ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ഈ രാത്രികാലം മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, മഹത്വമാർന്ന കർത്താവിൻ്റെ വേലയിൽ രാവും പകലും ഈ പട്ടണത്തിൽ ഓടി നടന്ന് വേല ചെയ്യുന്ന സുവിശേഷ വേലക്കാർ കുടുംബങ്ങൾ, ഈ രാത്രി ആരാധനാലയത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി പുനരാഗമനം കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ വൈകിയ വേളയിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യം നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 33ാമത് കരിസ്മ ക്രൂസൈഡിൽ ഈ പ്രഭാതത്തിലും വൈകിയ വേളയിലും വചനപ്രഘോഷണത്തിൽ ക്ഷണിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പ്രയർ സെൻറ്റർ തിരുവല്ല നേതൃത്വം കൊടുക്കുന്ന രാജു പോക്കാല സാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, സഭാമക്കൾ, കുടുംബം, എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ഒരു നിര തന്നെ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. വളരെ സ്നേഹിതന് കർത്തൃവേലയിലായിരിക്കുന്ന ബോസം കുരുള സാർ ഇന്ന് രാത്രി എന്നോടൊപ്പമായിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഗാനങ്ങൾ പാടി സഹായിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ലീഡ് ചെയ്യുന്ന ഷിജിൻ ഷാ, ജോൺസൺ ബ്രദർ, അതുപോലെ ബഹുമാനപ്പെട്ട ബ്ലസ്സി സിസ്റ്റർ, ഇവരെല്ലാം ഓർക്കുന്നു. ഏറെ വർഷങ്ങളായി ഇവരൊക്കെ ഈ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളോടൊത്ത് ഇന്ന് രാത്രിയുമായിരിക്കാൻ ദൈവം ബലപ്പെടുത്തിയതിനായി നന്ദി. എന്തായാലും ഒരാളെ കാണാതിരുന്നത് കണ്ടതിനായി. അതുകൊണ്ട് ഷിജിൻ ഷാ കഴിഞ്ഞ വർഷം അവസാനം എന്നോടൊപ്പം നാഗർകോവിൽ പ്രസംഗിച്ചതാ, പ്രാർത്ഥിച്ചു വിട്ടതാ. അതിനുശേഷം 2 വിദേശ രാജ്യത്ത് പോയി, വണ്ടിക്കൂലിയൊന്നും കിട്ടിയില്ല. എന്തായാലും ഇപ്രാവശ്യം മേടിക്കാൻ ദൈവം ഇടയാക്കി കയ്യോടെ കൊണ്ടുവന്ന സ്വോത്രം. യോഗം കഴിഞ്ഞ് നാഗർകോവിൽ കൺവെൻഷൻ കഴിഞ്ഞ് ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. 2 വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവിനെ ഉയർത്തുവാനിടയായി. ഇന്ന് രാത്രിയും കൂട്ടായ്മ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അധിക മുഖവുരകളിലേക്ക് പോകത്തില്ല. 1.5 മണിക്കൂറോളം കർത്താവിൻ്റെ വരവായിരിക്കും പ്രഭാഷണം നടത്തുന്നത്. 8 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയിലേക്ക് പോകും. ആ സമയം കുഞ്ഞുങ്ങളൊരു സോളോ പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. 4 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രിയിലെ യോഗ സമാപിക്കും. ഉച്ചയ്ക്ക് നിങ്ങളുടെ നല്ല സഹകരണത്തിനായി നന്ദി. ഞാൻ 1:15 ആയിട്ട് പോലും ഒരു കുഞ്ഞുങ്ങളും ഇറങ്ങി ഇവിടുന്ന് പോയില്ല. ആരാധനയെല്ലാം കഴിഞ്ഞ് സമർപ്പണത്തോടാണ് പോയത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. ഓനെ ഇത് രണ്ടും ഇച്ചിരി ഒന്ന് കൂട്ടിയാൽ യോഗം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം. ഇവർ കണ്ടില്ലെങ്കിലും വിഷമിക്കേണ്ട സ്വോത്രം. ഇത് 2 എണ്ണം ഒന്ന് കൂട്ടി സഹായിച്ചാട്ടെ സ്വോത്രം. അതുകൊണ്ട് ഇപ്പം തന്നെ ശരിയല്ല, അതൊന്ന് കൂട്ടി സഹായിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. എന്താ സുവിശേഷ മഹായോഗം? 33ാമത് പ്രാവശ്യവും സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി പലർക്കും അറിയത്തില്ല. ഇവിടുത്തെ പ്രയർ സെൻറ്റർ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? കുറച്ച് പൈസ കർത്തൃദാസൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടോ ദൈവമക്കൾ കൊടുത്തത് കൊണ്ടോ അല്ല. 5 പ്രധാന കാര്യങ്ങളാണ് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. 1, തിരുവല്ല പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയൻ്റെ വരവിൽ അവരേവരും എടുക്കപ്പെടണം. 3, ഈ പട്ടണം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കണം. 4, എല്ലാ കുടുംബങ്ങളിലും സമാധാനമുണ്ടാകണം. 5, പ്രയർ സെൻറ്ററിൽ മാത്രമല്ല, ഇന്ന് വൈകിയ വേളയിൽ ആത്മാവിലും സത്യത്തിലും ഇവിടെ ആരാധിക്കുന്ന ദൈവസഭകളിൽ 2025 അനേക ദൈവ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി ദൈവത്തെ ഉയർത്തണം. അതിനുവേണ്ടി പ്രയർ സെൻറ്ററിനെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. രാവിലെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗമായിരിക്കും രണ്ടാമത്തെ സെഷനിലുള്ളത്. രാവിലെ 11 വാക്യങ്ങളായിരുന്നു വായിച്ചത്. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിലെ പ്രഭാഷണത്തിലേക്ക് മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, സംഭവിപ്പാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. 2, റഷ്യ ഉക്രൈൻ എവിടത്തേക്ക് ചെല്ലും? എസെക്കിയേൽ 39:12 നീയോ മനുഷ്യപുത്ര, ഗോഗിനെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ, ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിലെത്തും. കോവിഡാനന്തര ലോകം 2 ചേരി. എസെക്കിയേൽ 38:5-6 നിന്നോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ
അതോടൊപ്പം ഗോമേരും വടക്കേറ്റത്തെ തോഗർമാഗ്രഹം 57 രാഷ്ട്രങ്ങൾ ആരോട് റഷ്യയോട് ഒരുമിക്കുമെന്ന്. ആ സമയത്ത് ഇസ്രയേലിനോട് ആരൊക്കെ? എസെക്കിയേൽ 38:13 ശബയും ദദാനും തർശീഷ് വർത്തകങ്ങളും. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വന്നത്? അങ്ങനെയെങ്കിൽ ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് പോകുമോ? റഷ്യ ഉക്രൈൻ ഇന്ന് രാത്രി സാമ്പത്തികമായി തകരുന്ന റഷ്യ ഉക്രൈൻ ഈ വിഷയത്തിൽ റഷ്യ ഒരു കാര്യം ചെയ്യും, അറബ് ലോകരോട് ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കും. അതിൻ്റെ പ്രത്യേകത ഒന്ന്, ചാവുകടലിൽ ധാതുലവണങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിനകത്ത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ദിമോണയിൽ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം, ഇസ്രയേലിൻ്റെ കടലിടുക്കൽ നല്ല എണ്ണയുണ്ട്. കുഞ്ഞുങ്ങൾ വായിച്ചു ആവർത്തന പുസ്തകം 33:24. അതിനാസ്പദമായി ആശേറിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തി, അവൻ്റെ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ്റെ കാലെണ്ണയിൽ മുങ്ങട്ടെ. അതിനാസ്പദമായി ഇന്ന് വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ചൈനയുടെ സിൽക്ക് പാത അന്തിമദിനത്തിൽ ഒരു റോഡ് ശരിയാകുന്ന യുദ്ധത്തിന് വേണ്ടി ഷിയാ പ്രവചനം 49:12 ഇതാ അവർ വരുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വരുന്നു, സിനീം ദേശത്ത് നിന്ന് വരുന്നു. അതാ ദ സിൽക്ക് കൊറിഡോർ ഓഫ് ചൈന. അന്നാളിൽ ഇസ്രായേൽ ആരായിരിക്കും? യെശയ്യാ പ്രവചനം 19:23-24 അന്നാളിൽ അശൂര്യർ മിസ്രയീമ്യരുമായ ആരാധന കഴിക്കും. അശൂരിലേക്കൊരു പരിപാടി, സിറിയയിലേക്ക് അറബ് ലീഗ് വെട്ടിത്തുറക്കുന്ന ഒരു പരിപാടി ഉണ്ടാകും. അതാ OIC 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതിനോടനുബന്ധിച്ച് ഇവർ എത്തിച്ചേരാൻ ഒരു വരിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. വെളിപ്പാട് 16:12 ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിപ്പോയി. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ പ്രസന്റ് ലോക സംഭവങ്ങൾ, 7 നേതാക്കളെ ഇസ്രയേൽ കൊന്നുകളഞ്ഞു. ഹമാസിൻ്റെ ഇസ്മായിൽ ഖനിയ, യാഗിയ സിൻവർ, അത് കഴിഞ്ഞ് മുഹമ്മദ് ദൈവ്, ഇറാൻ്റെ ഇബ്രാഹിം റൈസി, അതോടൊപ്പം തന്നെ ഫഹസീൻ മക്കർസാദ, അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ നേതാവ്. അവസാനമായി ഇസ്രയേൽ ചെയ്ത കടും ക്രൂര്യത ഏറ്റവും നിർണായകം, റഷ്യയുടെ ഇന്നത്തെ പുട്ടിൻ്റെ വലങ്കൈ ആണവശാസ്ത്രജ്ഞനെ ഉക്രൈനെ കൊണ്ടവർ കൊല്ലിച്ചു കളഞ്ഞു. റഷ്യയ്ക്കും ഭീതിയായി. ഈ ദിവസങ്ങൾ നിങ്ങൾ കണ്ടു. ഏറ്റവും നിർണായകമായി പലസ്തീൻ്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് റഷ്യയിൽ വന്ന് പുട്ടിനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. എസെക്കിയേൽ 38:7 ഒരു സൈന്യം അതിൻ്റെ മേധാവിയായി റഷ്യ മാറും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? നിന്നെ പുറപ്പെടുവിക്കും. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതതരങ്ങളിൽ അറബ് ലീഗും റഷ്യയും എത്തും. അതിൻ്റെ പേര് 3-ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. എന്തുകൊണ്ടിത് നടക്കുന്നില്ല? എസെക്കിയേൽ 21:26 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും, താഴ്ന്നവൻ ഉയരും, ഉലകഭരണം ഉയർന്നവൻ താഴും. അങ്ങനെ തിരുവല്ലായിലെ ദൈവമക്കൾ ഇത് കാണുമ്പോൾ ഉന്മൂലനാശം, 1-ാം ലോകമഹായുദ്ധം. 2 ഉന്മൂലനാശം വരാൻ പോകുന്നു. 3-ാം ലോകമഹായുദ്ധം. എസെക്കിയേൽ പ്രവചിച്ചു, അതിന് അവകാശമുള്ളവൻ വരുവോളം അതിവിടെ ഇല്ലാതെ ഇരിക്കും. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും. മത്തായി 7:24-25 പ്രഭാതത്തിൽ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടിച്ചു, അതിന്മേലലച്ചു. അത് പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ടത് വീണു പോകില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ദൈവസഭ മധ്യാകാശത്തിൽ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് തിരുവല്ലായിൽ ഇതുവരെ മണലിന്മേൽ അടിസ്ഥാനമിട്ട ബുദ്ധികെട്ട മനുഷ്യൻ കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടിച്ചു, അതിനകത്തേക്ക് വന്നു വീണു. ആ വീട് വീണു പോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട്, അതിൻ്റെ കീഴ് പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഒരു സന്ധ്യയെങ്കിൽ കൂടി ദൈവമക്കളോട് 2-ാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവദാസനാകുന്ന എളിയവൻ പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ്റെ കാഹളം ധുനിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ 33-ാമത്തെ കരിസ്മാ ക്രൂസൈഡിൽ സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തവേ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. തിരുവല്ലായിലെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.
Everyone open your Bible in this evening. We are starting Zechariah പ്രവചനം 12:2-3. Prophecy of Zechariah chapter 12 verse 2 and 3. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. കുഞ്ഞു വായിക്കുന്നു 5 ഭാഗങ്ങൾ. Zechariah പ്രവചനം 12:2-3 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. 2 ഭാഗം പ്രസംഗ വിഷയത്തിനകത്ത് ഇത്. 1 യെരൂശലേം, 2 പരിഭ്രമ പാത്രം. വായിച്ചിട്ടടുത്ത വാക്ക് യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ വല്ലാത്തൊരു അശാന്തി വരും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അടുത്തത് അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. 3-ാമത്തെ പ്രഭാഷണത്തിന്റെ ഭാഗം 4 വായിക്കാം. അതിനെ ചുമക്കുന്നവരൊക്കെയും. ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ആരിടപെടുന്നു അവരെല്ലാം കരയും. വായിച്ചിട്ട് മക്കളെ കഠിനമായി മുറിവേൽക്കും. 5-ാമത്തെ ഭാഗം ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. 5 വാക്യങ്ങളായത്. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. അതിൻ്റെ നിരോധനം യഹൂദ്യം മുഴുവൻ. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. തിരുവല്ല മാർത്തോമ കോളേജിൽ ഇരിക്കുന്നത് പോലെ വചന ക്ലിയറായി. ഫാസ്റ്റ് ഇസ്രായേൽ, പ്രസന്റ് ഇസ്രായേൽ, ഫ്യൂച്ചർ ഇസ്രായേൽ ആയിരിക്കും. മുഴുവൻ പ്രവചനമാണ്. ആമോസിലേക്കും എസെക്കിയേലിലേക്കും സെക്കരിയാവിലേക്കും. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധം, 5 അതിനെ ചുമക്കുന്നവർ കഠിനമായി നിലവിളിക്കും. കാന്തൻ്റെ മേഘപ്രത്യക്ഷത. കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹല്ലേലൂയ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. കോവിഡാണെന്നൊരു ലോകം ഈ പെന്തിക്കോസുകാർക്കൊക്കെ എന്തോ പറ്റിയെന്നറിയത്തില്ല. വലിയ സന്തോഷമൊന്നുമില്ല. സ്വോത്രം. ഞങ്ങൾ ഭാരപ്പെടിയൊന്നും വേണ്ട, യുദ്ധമൊന്നും വരത്തില്ല. അതിനുമുമ്പ് കർത്താവ് മടങ്ങി വരും. സ്വോത്രം. ഇന്ന് പകലിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ. ആ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ വക്കത്താരെങ്കിലും കാൽച്ചവട്ടിയാൽ അവരുടെ കാലക്കലിനകത്ത് പുതഞ്ഞു പോകുക. പഴയ നിയമത്തിൽ മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത്. അവൻ്റെ പേരാണ് യോശുവ. ദൈവസന്നിധിയിൽ നിന്നിട്ട് പറഞ്ഞ കർത്താവ് എൻ്റെ PhD ഡോക്ടറേറ്റ് ഒന്നുമില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മകനെ മകളെ, ഇന്ന് രാത്രി PhD ഡോക്ടറേറ്റും അല്ല വലുത്, തിരുവല്ലായും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന ഇന്ന് രാത്രി പാളയത്തെ വിടുവിക്കുവാൻ യോശുവയെ തൊട്ടൊരു കരം. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാണ്. ദൈവകരം വെളിപ്പെട്ട യോശുവ ഒരു കാര്യം ചെയ്തു. 1 പാളയത്തിനകത്ത് വചനം, 2 വിശുദ്ധി, 3 മുട്ടുമടക്കി കരഞ്ഞു, 4 ഒരു പ്രവചന ദൂത് പറഞ്ഞു. നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പ്രഭാതത്തിൽ നിയമത്തിൻ്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയായി. പഴയ നിയമത്തിൻ്റെ മരണനദിയായി യോർദാൻ്റെ വക്കലേക്ക് അവർ യാത്രയായി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞവർ അക്കലിനകത്ത് മരിച്ചു വീഴും. എന്നാൽ അതിൻ്റെ നടുവിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വക്കത്ത് ചവിട്ടിയപ്പോൾ സ്വർഗത്തിൻ്റെ കരം എവിടെ ഇറങ്ങി? ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി പറയും, ലോകം പറയും, മറുകര കടക്കത്തില്ല. നാട്ടുകാർ നിന്റെ പതനം കാണുവാൻ കാത്തു നിൽക്കുക. അതിൻ്റെ നടുവിൽ നിയമത്തിൻ്റെ പെട്ടകവുമായി ഇന്ന് രാത്രി തിരുവല്ല പ്രയർ സെന്ററിനകത്ത് നീ ആരാധിക്കുന്നുവെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രി വിടുതൽ തരുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അവർ കാൽ ചവിട്ടിയത് യോർദാനില, അത്ഭുതം നടന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്തെങ്കിൽ ഇന്ന് രാത്രി മാതാവേ പിതാവേ പറയണം. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ തിരുവല്ല പട്ടണത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഈ 3-ാമത് കൺവെൻഷന്റെ രാത്രിയിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് എനിക്ക് വേണ്ടി വിടുതൽ തരുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രി. കരുണാമയന് നിത്യന് നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ സംവിധാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി തിരുവചനവുമായി ഞങ്ങൾ അപ്പച്ചൻ്റെ മുൻപിലേക്ക് വരുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അത് പെരുവെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി ആ ശബ്ദത്തിൻ്റെ ധ്വനി തിരുവല്ലായിൽ മുഴങ്ങുമ്പോൾ ഒരു രാത്രി കൂടി ലെബനോനിലെ ദേവദാരുക്കളുടെ തോലുരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ പട്ടണത്തിൽ മടങ്ങി വരുക. ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇന്ന് രാത്രി മടങ്ങി വരുക. ഓൺലൈൻ മീഡിയയിൽ കൂടി ഇന്ന് രാത്രി ചില കരങ്ങൾ കർത്താവിന് വേണ്ടി ഉയരുക. പുതുവർഷത്തിൽ 2025 പ്രയർ സെന്ററിൽ ചില കുടുംബങ്ങൾ ആരാധനയ്ക്ക് വരുക. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കാട്ടത്തിയുടെ പുറത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷയിലേക്ക് വന്നതുപോലെ 2025 ചില
കുടുംബങ്ങൾ കൂടി ദൈവസഭയിൽ മുട്ടുമടക്കുക. ഈ കൺമക്ഷങ്ങൾ കൂട്ടങ്ങൾ മുഖാന്തരമാകണം. കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വർഗം കാക്കണം. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പ്രയർ സെന്ററിനെ മുഴുവനായി കാക്കണം. കുഞ്ഞുങ്ങളെ കാക്കണം. വിദേശത്തുള്ള കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണം. പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഈ രാത്രി ഞങ്ങളുടെ പേരോ സംഘടനയുടെ പേരോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ആദ്യോടെന്ത് തിരുസാന്തിൽ മറയ്ക്കൂ. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദിയും മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു കഥയിലേക്ക് പോയി പട്ടപ്പെട്ട വാക്യങ്ങളിലേക്ക് വരും. ഒരിക്കൽ കൂടി രാവിലെ ഞാൻ സൂചിപ്പിച്ചു 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പഴയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ കാതലായ ഭാഗം ആ പ്രവചന ഭാഗം. 17 പ്രവചനങ്ങൾ പഴയ നിയമത്തിനകത്തുണ്ട്. 3 തട്ടുകൾ ആ പ്രവചനങ്ങളുടെ ശ്രേണി. വലിയ പ്രവചനങ്ങൾ എസെക്കിയേൽ പ്രവചനം, യിരെമ്യാ പ്രവചനം, യെശയ്യാ പ്രവചനം. വലിയ പ്രവചനങ്ങൾ. മധ്യപ്രവചനങ്ങൾ 4 ഹോശയ്യുണ്ട്, ദാനിയേലുണ്ട്, ആമോസ് ഉണ്ട്, സക്കറിയാവുണ്ട്. തുലോം ചെറിയ പ്രവചനങ്ങൾ അനവധി ഉണ്ട്. ഹബക്കൂക്കുണ്ട്, യോവേലുണ്ട്, മീക്കായുണ്ട്, നഹൂമുണ്ട്, ഓബദ്യാവുണ്ട്. ഇതൊക്കെ മലാക്കി, ഇതൊക്കെ ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് ഇതൊക്കെ 2550 കൊല്ലം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് പിറകിൽ 580 കൊല്ലം മുമ്പ് സക്കറിയാവ് എഴുതി വെച്ച പ്രവചനമാ സക്കറിയാ പ്രവചനം. പഴയ നിയമത്തിൻ്റെ 38-ാമത്തെ പുസ്തകം, 211 വാക്യങ്ങൾ, 14 അധ്യായങ്ങൾ. ഇദ്ദോ പ്രവാചകൻ്റെ മകനായ, ഇദ്ദോ പ്രവാചകൻ്റെ കൊച്ചുമകനായ സക്കറിയാവിനോട് വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള ഒരു ദൂത ഇന്ന് വൈകിയ വേളയിൽ നാം തൊട്ടത്. 10, 11, 12, 13, 14 ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ വചനങ്ങൾ കാണുന്നത്. 10 പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണർന്നയക്കും. 11 ലെബനോൻ കത്തും ഇന്ന് രാത്രി. 12 ഇസ്രായേൽ ഭാരമുള്ള കല്ല്. 13 യഹൂദൻ്റെ കണ്ണുനീരിന് വേണ്ടി സ്വർഗത്തിൻ്റെ ഉറവ. 14 അവൻ്റെ കാൽ ഒലിവുമൽ ചവിട്ടും, ദൈവസഭ എടുക്കപ്പെടും. അതായി പ്രഭാഷണം കടക്കാം. അതിൻ്റെ 1-ാമത്തെ ഭാഗം സക്കറിയ 12:2-3 കൂടെ ബൈബിൾ. അന്നാളിൽ ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമപാത്രമാക്കി. ദ ഫസ്റ്റ് പോയിന്റ് വി ആർ സ്റ്റാർട്ടിങ് ജെറുസലേം. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുന്നു. ഉൽപ്പത്തി 1-ാമത്തെ പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. കാസ്മോസ് 2ലേക്ക് വരുമ്പോഴാ മനുഷ്യൻ്റെ സൃഷ്ടി. എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകം, സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശാസ്ത്രവും എടുത്ത് ആദമ്യ കുടുംബത്തെ ഏതെങ്കിലും കൊണ്ടുവരുന്നു. 1-ാമത്തെ കുടുംബം രാവിലെ സൂചിപ്പിച്ചതുപോലെ ദൈവസന്ധിയിൽ പാപം ചെയ്തു. ദൈവം മനുഷ്യന് കൊടുത്ത ആയുസ് 1 ദിവസം സമം 1000 സംവത്സരം. 3ലേക്ക് വരുമ്പോൾ പാപത്തിൻ്റെ ശൃംഖല. ഒരു ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുന്നതോ. ഉൽപ്പത്തി 5ലേക്ക് വരുമ്പോൾ ആദമിൻ്റെ തലമുറയിൽ 7-ാമനായ ഹാനോക്ക്. വളരെ വ്യക്തമായി ഈ വചനങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ തലമുറയാ മെഥൂശലേക്ക്. മെഥൂശലേഖിൻ്റെ പ്രത്യേകത, അവൻ തിരുവല്ലായി ക്രൂസൈഡൊന്നും നടന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ദൈവസന്ധിയിൽ അപ്പൻ വചനമെടുത്തപ്പോൾ തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള ഒരു വ്യക്തിയായി മെഥൂശലേക്ക് മാറി. 969 സംവത്സരം. ഇന്ന് രാത്രി കരിസ്മയിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ വചനമെടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മെഥൂശലേക്ക് വലിയ കൺവെൻഷനും കരിസ്മയൊന്നും നടത്തിയില്ല, ട്രാക്റ്റും കൊടുത്തില്ല. അപ്പൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ തലമുറകളെ ആദരിച്ചു. മെഥൂശലേഖിൻ്റെ സന്തതിയായി ഒരുവൻ ഭൂമിയിലേക്ക്, ലാമേക്ക്. ലാമേക്കിൻ്റെ സന്തതിയായി ഒരുവൻ വന്നു, നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ബൈബിൾ കൂടെ. ഉൽപ്പത്തി 6:1-2 വരുമ്പോൾ അന്നത്തെ കാലത്ത് നടന്ന പാപമാ. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. അതാ ഇന്നത്തെ ലോസ് ആഞ്ചലസിലെ തീയെല്ലാം വരുന്നതിൻ്റെ കാര്യം പ്രസംഗിക്കാൻ സമയമില്ല. സ്വർഗത്തിൻ്റെ കരം വീണ്ടും ഇറങ്ങി. മനുഷ്യൻ്റെ ഉള്ളിൽ എൻ്റെ ആയുസ്, എൻ്റെ ആത്മാവ് സദാകാലം വർദ്ധിക്കുകയില്ല. അവനെന്തോ കൊടുത്ത് ഒറ്റ വെട്ടുവെട്ടി ആയുസ് 120 സംവത്സരം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അകന്നിയപ്പോൾ സ്വർഗം നോഗയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒരു പെട്ടകത്തെ പണിയുവാൻ ഞാൻ നിനക്ക് കൽപ്പന തരാം. പരസ്യോഗത്തിനകത്ത് നല്ലതുപോലെ രക്ഷകനെ പറ്റിയുള്ള മാനസാന്തരത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി പാളയത്തിനകത്തേക്ക് പകർന്നു കൊടുക്കുന്ന 7 അടിസ്ഥാന ഉപദേശം. 1 ഗോവേർമരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 സൈഡ് വാതിൽ, 6 കിളിവാതിൽ. അതിനുശേഷം പെട്ടകത്തിന് 3 തട്ടുകൾ. നോഗയപ്പച്ചന് സ്ട്രക്ചറെല്ലാം കൊടുത്ത് സ്വർഗത്തിൻ്റെ ഇത് കാശും മേടിച്ചു. പണിക്കാരിത് പണിഞ്ഞുകൊണ്ടത് സകല സ്ഥലത്തും ചെന്ന് പ്രസംഗിച്ചു. എന്താ പ്രളയം വരാറായ, പ്രളയത്തിന് മുമ്പുള്ള അലർട്ടായി നെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഓറഞ്ചും എല്ലാം കാന്തൻ്റെ വരവിന് മുമ്പ്
പ്രഭാഷണമൊക്കെ ഏകദേശമായപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ ഈ പ്രഭാഷണമൊക്കെ നിർത്തിയാൽ പെട്ടകത്തിൻ്റെ കുറ്റി ഇട്ടോളാൻ പറയും. സ്വോത്രം. ആ സമയത്ത് എന്താ അതിൻ്റെ സംഭവം എന്നറിയാവോ? പെട്ടകം പണിഞ്ഞതെല്ലാം നോഗയാ. കാര്യങ്ങളെല്ലാം ചെയ്ത പെയിൻ്റ് അടിച്ചവൻ പോലും കയറിയില്ല. സ്വർഗത്തിൻ്റെ കരമിറങ്ങി നോഗയോട് സംസാരിച്ചപ്പോൾ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും രണ്ടും ഈ 7 മൃഗങ്ങളായി മൊത്തത്തിനെ കയറ്റി സ്വർഗം കുറ്റിയിട്ടു. പെരിയ പെട്ടകം ചലിക്കാൻ തുടങ്ങി. അന്ന് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് പെരുമഴ പെയ്തിറങ്ങി പ്രളയം. അതിനോടൊപ്പം ആദ്യം സുനാമി. 2024 ഡിസംബർ 26 ഇന്തോനേഷ്യ സുമാത്രയിലല്ല ആരംഭിച്ചത്. നോഗയുടെ കാലത്താഴിയുടെ ഭണ്ഡാര ഗൃഹങ്ങൾ തുറന്നു. വചനത്തിൻ്റെ നിവർത്തി. പെട്ടകം ചലിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ പെട്ടകം പോയപ്പോൾ വെള്ളമൊക്കെ കയറുവാൻ തുടങ്ങി, പ്രളയമൊക്കെ വരുവാൻ തുടങ്ങി, പെട്ടകം ആടി ഉലയാൻ തുടങ്ങി. നമ്മുടെ ഭവനത്തിൽ പോലും നോഗയുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞ ചായ കർത്താവ് പറഞ്ഞതൊക്കെ തെറ്റാ. മിക്കവാറും പെട്ടകം വല്ല കാശ്മീർ വഴിയെങ്ങാനും പഞ്ചാബ് വഴിയെങ്ങാനും മസ്കറ്റിലെങ്ങാനും ചെന്ന് കടലെടുക്കുക ചേരും. പെട്ടകത്തിനകത്ത് വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ നോഗ പ്രത്യാശയോടൊരു കാര്യം കുടുംബത്തോട് പറഞ്ഞു, അടിസ്ഥാനം ഇട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അല്പ കറങ്ങിയാലും അല്പ കുലുങ്ങിയാലും പെട്ടകത്തിനകത്ത് അല്പം വെള്ളം കയറിയാലും ഇതിനെ തക്ക സ്ഥലത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് കരിസ്മയ്ക്കകത്ത് 3ാമത് രാത്രി ഇരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ അല്പം വിള്ളൽ കാണും. ഒരുപക്ഷെ ഭാര്യയും മക്കളും പരാതി പറയും, അല്പം വെള്ളം ഇതിനകത്ത് കയറും, ആടി ഉലയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണോ, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അത് വഴിവെച്ച് തകരുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ പിൻപിൽ അതിനെ ആരാരാത്തിനകത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ വൈകിവേളിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ശ്രദ്ധയോട്. ആദ്യം വെള്ളമൊക്കെ കുറഞ്ഞു, കാക്കയെ വിട്ടു. കാക്ക പല സ്ഥലങ്ങളിലൊക്കെ പോയി മടങ്ങി വന്നു. പിന്നെ അതിന് ചവിട്ടാൻ കൊമ്പ് കിട്ടി. അതിനുശേഷം പ്രാവിനെ വിട്ടു. പ്രാവ് എല്ലായിടത്തും ഇരിക്കത്തില്ല. അതുകൊണ്ട് ആ തിരുസഭ എൻ്റെ കാന്തി എൻ്റെ പ്രാവ്. പ്രാവിനകത്ത് ഗോൾ ബ്ലാഡറിൽ. അതുകൊണ്ട് പ്രാവ് വന്നു പോയി നിന്ന് പെട്ടകം എവിടെ? അരാരാത്തിനകത്ത് ഉറപ്പിച്ചു. ഇതാ പഴയ നിയമം കാണുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശം ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനം ഏറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരെ നിത്യതയിൽ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. നോഗയുടെ പെട്ടകം പഴയ നിയമത്തിൻ്റെ ഒരു മുൻകുറി അതിനകത്ത് കാണിക്കുന്നു. എന്തായാലും അരാരത്തിനകത്ത് പെട്ടകം ഉറച്ചു. നല്ല കാര്യം. നമ്മുടെ ഈ വടശ്ശേരിക്കര ചിറ്റാറ് പോലെ പെട്ടകം ഉറച്ചു. നോഗ ഇപ്പം ബൈബിളൊക്കെ മാറ്റിവെച്ചു. നല്ല കൃഷി തുടങ്ങി. നല്ല മുന്തിരി കൃഷിയാണ്. ആദ്യം പുനലൂക്കാരും പത്തനംതിട്ടക്കാരും തിരുവല്ലക്കാരും കല്ലിശ്ശേരിയൊക്കെ പോയി ചെറിയ പൈസയ്ക്ക് മേടിച്ച്. എവിടെയോ ബാംഗ്ലൂരുകാർക്ക് ബിവറേജസുകാർക്ക് പിടികിട്ടി നോഗയുടെ നല്ല മുന്തിരിത്തോട്ടം, നല്ല മുന്തിരി. അവൻ അച്ചായനെ കണ്ടിട്ട് പറഞ്ഞു, അച്ചാ ഈ കൊട്ടക്കണക്കിന് കൊടുക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. എന്താ, ഞങ്ങൾക്കിത് ഓൺലൈനായിട്ട് പൈസ അയച്ചു തരാം, പെട്ടിക്കണക്കിന് ഹോൾസെയിൽ അങ്ങ് തന്നേക്കാൻ പറഞ്ഞു. നോഗയും വിചാരിച്ച് തിരുവല്ലയിലെ മുന്തിരി കച്ചവടക്കാരോട് തീർത്തേക്കാം, കലവില പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ബാംഗ്ലൂരിന് കള്ളുണ്ടാക്കാൻ അയച്ചു കൊടുത്തു. കൃത്യം പൈസ വന്നു. ഇപ്പം പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, സങ്കീർത്തനവുമില്ല. മനസ്സിലാകുന്നവർക്കായി ബൈബിളിലൊരു വാക്യമുണ്ട്, പെന്തിക്കോസുകാരെ, വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവസന്ധിയിൽ നിന്ന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൻ്റെ നിറവ് മാറിയപ്പോൾ അവർ താമസമിന പട്ടുപോകാൻ തുടങ്ങി. മനസ്സിലാകുന്നവർക്കായി ഇടയ്ക്ക് നാടൻ മലയാളം ആരെ ദുഃഖിക്കുന്നതിൽ 6 മാസത്തിനിടയ്ക്ക് ഈ ബാംഗ്ലൂരിലെ ബിവറേജസുകാർ വന്ന് നോഗയോട് പറഞ്ഞ, അച്ഛാ എൻ്റെ മുന്തിരി കിട്ടി, കച്ചവടം നല്ല സ്ട്രോങ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ. അവർ ഈ സാമ്പിൾ ബോട്ടിലൂടെ കൊണ്ടുവന്നു. സ്വോത്രം. നോഗയോട് പറഞ്ഞ, അച്ഛാ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാട്ടം നല്ലതാ, ശരീരമൊക്കെ വെളുക്കുമെന്ന്. സ്വോത്രം. നോഗ പറഞ്ഞു, അയ്യോ ഞാൻ ചീഫ് പാസ്റ്ററായിരുന്നു, നേരത്തെ നല്ല പ്രാസംഗികനായിരുന്നു. അപ്പം ഞങ്ങളുടെ ഉപദേശിമാർ പറഞ്ഞു, ഇച്ചിരി കഴിച്ചാലും കർത്താവ് ക്ഷമിക്കുമെന്നും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അരുമയാന ഊളിയക്കാരെങ്കിൽ ഒക്കാതിരിക്കുന്നത് നല്ല കർത്തൻ വേലക്കാർ എല്ലാവരും ദൈവദാസന്മാർ. ദൈവനാമത്തിൽ പറയാം. എമിറേറ്റ്സിലോ ഗൾഫെയറിലോ എവിടെയെങ്കിലും കയറി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലോ കാണും പെങ്കൊച്ച് ദയവ് ചെയ്ത് സാമ്പിൾ ബോട്ടിൽ വന്ന ദൈവദാസന്മാരെ പ്ലെയിനിൽ വെച്ച് പൊട്ടിക്കരുത്. ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് എവിടുന്നെങ്കിലും കിട്ടിയാൽ ദയവായി ബാഗിനകത്ത് വെക്കണം. പച്ച മലയാളം. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഉപദേശത്തിനകത്ത് കലപ്പ് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്. സത്യവചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. മായ പ്രസംഗിക്കരുത്, മായത്തിനകത്ത് നിർത്തരുത്. പ്യുവറായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പം നോഗ ആദ്യം 30 60 അത് കഴിഞ്ഞിട്ട് പുല്ലാട് അവറാച്ച അടിക്കുന്നുള്ളൂ 90 പോസ്റ്റിനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം കൂടാരത്തിനകത്ത് എന്തോ ചെയ്തു. അവൻ നാടൻ ഭാഷ സ്റ്റാൻഡേർഡ് നമുക്ക് കുറവാണല്ലോ, അതുകൊണ്ടൊക്കെ പറയാം. തുണിയില്ലാതെ കിടക്കുക. ഉച്ചയായപ്പോൾ കുഞ്ഞുങ്ങൾ വന്നു. ഒരുത്തനെടുത്ത് തുണി അതിൻ്റെ മേലെ ഇട്ടുകൊടുത്തു. വിട്ടുണർന്ന നോഗ എന്താ മക്കളെ ശപിക്കാൻ തുടങ്ങി. കനാൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലാകുന്നവർക്കായി സ്വർഗം പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കേണ്ട,
നേരെ പോകാം. 1890 കിലോമീറ്റർ യാത്ര ചെയ്ത് വാഗ്ദത്ത കാനാൻ. മലയാളികളുടെ സന്തോഷ വാർത്ത. 2 മിനിറ്റ് ഇരുന്നാലും ഒരു കാലത്ത് പിതാക്കന്മാർ സത്യത്തിനും ആത്മാവിലും ആരാധിച്ച് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ല വീടുകളും കാറുകളും ഒക്കെ കിട്ടിയപ്പോൾ എന്ന് കേരളക്കാർ കള്ളുകൂടിയന്മാരായി, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് കർത്താവിൻ്റെ കരം പഞ്ചാബിലേക്ക് ഇറങ്ങി. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഒരു കാലത്ത് കണ്ടോ ഇതാ സംഭവിച്ചത്. നോഗയുടെ കാലത്തും ഇതാ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം എവിടെ പോയി? എല്ലാ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആദമിൻ്റെ തലമുറയിൽ, ശേത്തിൻ്റെ തലമുറയിൽ തേരകിൻ്റെ മകനായ അബ്രാമിനെ കണ്ടു. അവനെ വിളിച്ചു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. എന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. അവർ വന്നു എവിടെ? വാഗ്ദത്ത കനാൻ. ആടുമാടുകളും വീടുകളും എല്ലാമായി. ആ കാലഘട്ടത്തിനകത്തൊരു സംഭവം. അബ്രഹാമിന് സാറയും ലോത്തിന്റെ ഭാര്യയ്ക്ക് അവിടെയും പേരിൽ അബ്രഹാമിനൊരു സന്തതിയായി ഇസഹാക്കിന്റെ തലമുറയായി 2 പേരും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു യാക്കോബ്. ഒരമ്മയുടെ ഉദരത്തിൽ തുടങ്ങി ആടിയ 3-ാം ലോകമഹായുദ്ധം വരാൻ പോകുന്നത്. 1 ഏശാവും 2 യാക്കോബ്. ഏശാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ വനവേട്ടക്കാരനും മൃഗശാലിയുമായിരുന്നു. യാക്കോബിൻ്റെ പ്രത്യേകത നമ്മുടെ പിള്ളേരാണക്ക് മമ്മിയുടെ ചുരിദാറി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു അവൻ്റെ പ്രത്യേകത, മനസ്സിലാക്കുന്നവർക്കായി. ആ ഇടയ്ക്ക് ചൂട് കൂടി. 1-ാമത്തെ പ്ലാൻ യാക്കോബ് പ്ലാൻ ചെയ്തു. എന്താ പ്ലാൻ ചെയ്തത്? ചേട്ടൻ എവിടെയോ പോയിരിക്കുക, അത്തിക്കയത്തോ മണിമലയോ വെടിവെക്കാൻ പോയിരിക്കുക. യാക്കോബ് ഒരു കാര്യം ചെയ്തു. 1 നല്ല പയർ പായസം, എസൻസ് കുടഞ്ഞു. അതിനുശേഷം 7up. 34 ചൂടടിച്ച് ഏശാവ് മടങ്ങി വന്നപ്പോൾ ഏശാവ് അനിയനോട് പറഞ്ഞു, അനിയ കൊഞ്ചം തണ്ണിയെ കൊടുക്കെങ്കിൽ സാപ്പാട് കൊടുക്കുക. അനിയൻ പറഞ്ഞ്, തണ്ണി സാപ്പാട് മെക്ക കിടക്കും, പക്ഷെ ഒരു കാര്യം, 1 ജ്യേഷ്ഠാവകാശം തരണം. ഒരുവൻ ദൈവസന്നിധിയിൽ അലക്ഷ്യമാക്കുന്നത് ജ്യേഷ്ഠാവകാശം. അതെല്ലാം അവൻ കൊടുത്തു. 2 അപ്പന് കണ്ണ് മങ്ങി. ചൈതന്യയിൽ വാസലിൽ കൊണ്ടുപോയാലും ലേസർ അടിച്ചാൽ രക്ഷയില്ല. അപ്പോൾ അപ്പൻ വിളിച്ച് ഏശാവിനോട് പറഞ്ഞു, മോനെ വയസ്സുകാലത്ത് ഇച്ചിരി മൃഗവേട്ട നടത്തി ഇറച്ചി കൊണ്ടുവന്നാൽ നല്ലത്. മമ്മി കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന്, മമ്മിയുടെ സ്നേഹ ഇളയവനോടാണല്ലോ, അത് അവിടെ തുടങ്ങിയതാണ്. ഇളയവനോട് പറഞ്ഞേട്ടാ, മോനെ അപ്പന് നല്ല ഭക്ഷണം ആവശ്യമുണ്ട്, നല്ല മൃഗവേട്ടയുടെ ഇറച്ചി വേണം. ഈ യാക്കോബ് ചോദിച്ചു, ഞാനെന്ത് ചെയ്യണം മമ്മി? മമ്മി പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാക്കി, ഞാൻ ശരിയാക്കി തരാം. സ്വോത്രം. ഒരു മൃഗസമ്പത്തിനെ കൊണ്ടുവന്നു. നല്ല അജിനാമോട്ടയെല്ലാം ഈ പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറി കുടയുന്ന പോലെ കുടഞ്ഞു. അതിനുശേഷം അപ്പോൾ ഏശാവ് പോയിരിക്കുക. യാക്കോബ് മമ്മിയോട് ചോദിച്ചു, പപ്പ എന്നെ തിരിച്ചറിയാം. അതിനും മമ്മി സൊല്യൂഷൻ. ഏശാവിൻ്റെ രോമക്കുപ്പായോ ശബ്ദവും കൂടെ മാറ്റി കണ്ണ് മങ്ങി അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് അപ്പച്ചൻ ചോദിച്ചു, മോനെ നീ എൻ്റെ ആദ്യജാതനായ ഏശാവ്? അവൻ പറഞ്ഞു, ആദ്യജാതനായ ഏശാവ്. അപ്പം പിന്നെ പറഞ്ഞു, ഇതെങ്ങനെ കിട്ടി? കർത്താവ് തന്നു 2 കള്ളം, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവിടെ നിന്ന് അപ്പച്ചന് ഭക്ഷണം എല്ലാം കൂടെ കൊടുത്തു. ഇവനെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ അപ്പൻ്റെ അനുഗ്രഹം മേടിച്ചു. മമ്മി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്, സ്വോത്രം, സ്ഥലം വിട്ടോണോ, മറ്റവൻ വന്നാൽ കൈകാര്യം ചെയ്യും. കഷ്ടം. വെണ്ണിക്കുളം അല്ലേ പുറമറ്റം വിട്ടിട്ട് എങ്ങും പാത്തവൻ്റെ കയ്യിലൊരു വടി, ഒരു തുരുത്തി വെള്ളവുമായിട്ട് അവൻ്റെ യാത്രയായി. ഒരു രാവിലെ അവൻ്റെ യാത്ര തുടർന്നു. ഉഷസായപ്പോൾ എവിടെ എത്തി? ലൂസിൻ്റെ പട്ടണത്തിൽ. മടങ്ങിയാൽ ഏശാവിൻ്റെ വാള്. ദൂരെ ലാബാൻ്റെ വീടും അവൻ അറിയത്തില്ല. അങ്ങനെ അവൻ കരയാൻ തുടങ്ങി. അന്ന് രാത്രി ഒരു കല്ല് അവൻ തലയണയായിട്ട് എടുത്തു വെച്ചു. അവന് കാര്യം പിടികിട്ടി. ഈ 3-ാമത് കൺവെൻഷൻ രാത്രി എല്ലാവരും നിങ്ങളുടെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോഴാ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങുന്നത്, മനസ്സിലാകുന്നവർക്ക്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇവിടെ വരിക്കുന്ന കുഞ്ഞുങ്ങൾ, പുറകിൽ നിനക്ക് പരാജയം കാണും, മുൻപിൽ നിനക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലാതിരിക്കും. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പ്രയർ സെന്റർ, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, നിന്നെ തകർക്കാൻ നിന്റെ സഹോദരങ്ങൾ പദ്ധതി വെക്കും. മുൻപിലെ ഡെസ്റ്റിനേഷൻ നിനക്ക് അറിയാതെ ഇരിക്കും. എന്ന് രാത്രി ഇന്ന് കട്ടിലിന്റെ കീഴിലിരിക്കുന്ന പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമ്പോൾ ദ പ്രസൻസ് ഓഫ് ജീസസ് നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരും. സ്വോത്രം. ആ കോവണിയിൽ കൂടി കുറച്ച് കാര്യം അവൻ ഏറ്റു. ഞങ്ങളെപ്പോലെ വീടും കാറും ഒന്നും വേണമെന്നൊന്നും യാക്കോബ് പറഞ്ഞില്ല. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പോകുന്നിടത്ത് കൂടെ ഇടാൻ ഉടുപ്പ് തരണം, കഴിപ്പാൻ ആഹാരം തരണം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണം. ഗൂഗിളും വേണ്ടായിരുന്നു, പെൻഡ്രൈവും വേണ്ടായിരുന്നു. നേരെ ലാബാൻ്റെ വീട്ടിലെത്തി. ലാബാൻ അവനെ കണ്ടപ്പോൾ നല്ല സന്തോഷം. അഭിഷേകം പ്രാപിച്ച ചെറുപ്പക്കാരനല്ലയോ. ലാബാൻ പറഞ്ഞു, എനിക്ക് ആടുമാടുകളുണ്ട്, കാര്യങ്ങളുണ്ട്, പുരയിടമുണ്ട്, എല്ലാം നീ നോക്കണം. നല്ല അങ്കിളായിരുന്നു. അപ്പോൾ യാക്കോബ് ചോദിച്ചു, എന്തോ തരും? നല്ല സുന്ദരിയായ റാഗേലിനെ കല്യാണം കഴിച്ചു തരാം, കാവ്യ മാധവനെ പോലെ. സന്തോഷം. വാട്സാപ്പിൽ ഫോട്ടോയും ഇട്ട് ദർശനവും പോയി, സെൻട്രൽ സ്കൂളും പോയി, ക്ലാസ്സും പോയി. ഇവൻ സുഖമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. 7 വർഷം കഴിഞ്ഞപ്പോൾ 1-ാമത്തെ കല്യാണം നടന്നു. മനസ്സിലാകുന്നവർക്കായി. കല്യാണം രാത്രിയിലായിരുന്നു. രാവിലെ യാക്കോബ് എഴുന്നേറ്റ് ഭാര്യയുടെ മുഖം നോക്കിയപ്പോഴാ ദാ കിടക്കുന്നു കാര്യം. ആരാ? റാഗേലല്ല,
താരതമ്യേന തിരുവല്ലായി ലേസർ അടിക്കുന്ന ലേയ മനസ്സിലാകുന്നവർക്കായി കൊടുത്താൽ കൊല്ലത്തല്ല സ്വോത്രം, തിരുവല്ലായിലും കിട്ടും സ്വോത്രം. യവന്മാർ ചോമ കോളേജ് ഡിഗ്രി എടുത്തോളായിരുന്നു, ലാബാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തേ മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ക്ലിയറായി കണ്ടോ? കണ്ണ് മങ്ങി അപ്പനെ പറ്റിച്ചു, പിന്നെയും വഴക്കായി. 7 വർഷം നിന്നു, റാഗേലിനെ കിട്ടി, ബിൽഗാ ശില്പയൊക്കെ കിട്ടി. ആ സമയത്ത് തലമുറകളുമായി, ആ സമയത്ത് ലാബാൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? ഇന്നത്തെ UK പോയോലെ പോയത്. അവരൊന്ന് വിസിറ്റിന് വന്നപ്പോൾ തിരുവല്ലായിൽ ഒരു ചെക്കിങ് നടത്തി. പുരയിടം ആധാരമെല്ലാം യാക്കോബ് വലിയ ആള് FD മാറ്റി, പുരയിടവും മാറ്റി, എല്ലാം മാറ്റി. കുഞ്ഞുങ്ങളിടയ്ക്കിടയ്ക്ക് കൊച്ചു പിച്ചാത്തയും കാണിച്ചു. ലാബാൻ്റെ മുഖത്തൊരു പ്രത്യേക അവസ്ഥയായി. പഴയ സ്നേഹമില്ല, കടന്തൽ കുത്തിയോള്. കുഞ്ഞുങ്ങൾ കൊടൈക്കനാലിലും ഊട്ടിയിലും കണ്ടുപോയി. ലാബാൻ രോമം കത്തിരിക്കാൻ പോയി. 2 ഇനോവയ്ക്കകത്ത് അവൻ എവിടെ വന്നു? യാബോക്കിൻ്റെ കടവിനകത്ത് വന്നു. യാബോക്കിൻ്റെ കടവിനകത്ത് വന്നപ്പോഴും ഒരു കാര്യമുണ്ട്. എന്താ സംഭവം? മുൻപിൽ ആരെ നിർത്തിയിരിക്കുക? അല്ലേ ഏശാവ് വരുന്നേ എവക്ക് കുത്ത് കിട്ടിട്ട് റാഗേൽ പക്കത്തിരിക്കട്ട്. തമിഴം പറയുന്നുള്ളൂ സ്വോത്രം. എത്ര നല്ല പുള്ളിയാ യാക്കോബെന്ന് നോക്കണമേ സ്വോത്രം. യവൻ അക്കരെ കടക്കാൻ പോയി. അന്ന് ആളൊക്കെ കുറവാ, പഴയ തിരുവല്ലയുടെ കണക്ക്. യാബോക്കിൻ്റെ കടവിൽ വന്ന് അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സായം സന്ധ്യയിൽ ദൂതൻ ഒരു മൽപ്പിടുത്തം ആരംഭിച്ചു. ഉഷസാകുന്നവരെ മൽപ്പിടുത്തം. അവസാനമായി ദൂതൻ ചോദിച്ചു, കുഞ്ഞെ നിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞു, പപ്പായിട്ട പേര് യാക്കോബാ. ഉടനെ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സ്വർഗത്തോടും ദൂതനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ, കരമുയർത്തുന്നവർക്കാ. അവിടുന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം ചാനലുകാരല്ല. ഉൽപ്പത്തി 22-27 അവർ മടങ്ങി വന്നു, പാളയത്തിനകത്ത് മടങ്ങി വന്നു. ആ കാലഘട്ടത്തിനകത്ത് യോസേഫ് എവിടത്തേക്ക് പോയെന്നറിയാമോ? 1 അടിമച്ചന്ത, 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 കാരാഗ്രഹം, 10 പേരുടെ ഭവനം. അവൻ ആരായെന്നറിയാമോ? മിസ്രൈമിലെ ഉപപ്രധാനമന്ത്രിയായി. 72 പേർക്ക് രഥങ്ങളുമായി അപ്പന് വിസയും ടിക്കറ്റും കൊടുത്തു. അവർ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായി. തുടർഭാഗങ്ങൾ ശ്രദ്ധയോടിരിക്കണമേ. എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ പാളയത്തിൽ വരുമ്പോൾ പർവ്വോന് പിടികിട്ടി. അങ്ങനെയെങ്കിൽ പീഡാകാലം ആരംഭിച്ചു. പഴയ നിമിത്തത്തിൻ്റെ വിമോചകനായ മോശയാൽ അവർ ആഴമേറിയ ചെങ്കടൽ കടന്നു. അവരൊരു ജനമായി ചെങ്കടൽ കടന്ന് ദൈവത്തിൻ്റെ കൽപ്പന മോശ നിരസിപ്പിച്ചപ്പോൾ പിസ്കാ കുടിമുടിയിൽ കൊണ്ടുവന്ന് വാഗ്ദത്ത കനാൻ കാണിച്ചു. യോശുവയുടെ കയ്യിൽ അധികാരം കൊടുത്തു. യോശുവയും കാലേബും മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് എവിടത്തേക്ക് വന്ന് വാഗ്ദത്ത ജനമായി ഇസ്രായേലിലേക്ക് വന്നു. ഇതേ ഇസ്രായേലിൻ്റെ ചരിത്രം. ജനം പെരുകിയപ്പോൾ അവർ പറഞ്ഞു, ഒരു രാജാവിനെ വേണം. 1ാമത്തെ രാജാവായി കഴുതി അന്വേഷിച്ച് പോയ ശൗലിനെ പിടിച്ച് രാജാവാക്കി. 40 വർഷം കഴിഞ്ഞപ്പോൾ കാട്ടിനകത്ത് കരമടിച്ച് ദാവീദിനെ പിടിച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കി. 40 വർഷം അവൻ പിന്നിടുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ 3ാമത്തെ രാജാവായി ശലോമോൻ മാറി. 40 കൊല്ലം ശലോമോൻ ഭരിച്ചു കഴിയുമ്പോൾ അതിനുശേഷം വരുന്ന തലമുറ രഹാബായ. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടു. 1 ഇസ്രായേൽ, 2 യഹൂദിയ. ഇസ്രായേലിൻ്റെ തലസ്ഥാനം ശമരിയ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി ഇതിനു വേണ്ടി അന്തിമ യുദ്ധം വരാൻ പോകുന്നത്. ഇനി ശ്രദ്ധയോടെ വചനത്തിലേക്ക്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. 1914 മുതൽ 19 വരെ 1ാം ലോകമഹായുദ്ധം. അന്ന് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ അത്തിച്ചെടി കുഴിച്ചു വെച്ചു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവൻ്റെ ചാലുകൾ. ലോകം 39 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. ടെക്കോവർമി ആറ്റം ബോംബ് ഉണ്ടാക്കി. അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ചോദിച്ചു, എന്ത് വേണം? അവർ പറഞ്ഞു, പിതാക്കന്മാർ കാൽച്ചവട്ടിയ ദേശം ഞങ്ങൾക്ക് വേണം. അമേരിക്ക വേണോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് വേണ്ട, ഇന്ത്യ വേണ്ട. അബ്രഹാം കുറ്റിയടിച്ച ദേശം. 1948 ഏപ്രിൽ 14 പെസഹാവ്യാഴം, മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്കായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിന് മടയാളമെന്ന് യേശു പറഞ്ഞു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർക്ക് നോട്ട് ചെയ്യാം. ഇസ്രായേലിലെ 3 മരങ്ങളോട് ഉപമിച്ചു. 1 അത്തയവൻ്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10 അത്തവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ട് ഇസ്രായേൽ. 2 മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. മുന്തിരി. 3 അവൻ്റെ സൗന്ദര്യം. സങ്കീർത്തനം 128:1-2 യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ കുഞ്ഞേ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ
മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. 3 മരം ഇസ്രായേൽ. ഇതാ പ്രസംഗം. കാതലായ ഭാഗങ്ങളിലേക്ക് ഹമാസിലേക്ക് പോകാൻ പോകുക. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തുമ്പോൾ ഇസ്രായേൽ 22,160 കിലോമീറ്റർ. സാവധാനത്തിൽ ഇനി പോകും, ശ്രദ്ധയോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കണം. 160 കിലോമീറ്റർ, 6 ഡിസ്ട്രിക്റ്റായിരുന്നു. അഷ്കലോൻ, അഷ്തോദ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വരുന്നത് ജെറുസലേം, അത് കഴിഞ്ഞ് ടെല്ലവീവ്, അത് കഴിഞ്ഞ് ഡിമോണ, അത് കഴിഞ്ഞ് ഹൈഫയ, ഇന്നത്തെ ഇസ്രയേൽ. 93 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന ഇസ്രയേൽ. അപ്പുറത്തൊരു കരയുണ്ട് 6,780 കിലോമീറ്റർ. അതിൻ്റെ പേരാ ഇന്നത്തെ ഫലസ്തീൻ. 2 ഭാഗങ്ങൾ അതിനകത്ത്. 1 വെസ്റ്റ് ബാങ്ക്, 2 റമല്ല, മെയിൻ സിറ്റീസ്. ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലുണ്ട്, അതിനോട് ചേർന്നൊരു ദ്വീപുണ്ട് 374 കിലോമീറ്റർ. അതിൻ്റെ പേരാ ഗാസ സ്ട്രിപ്പ്. 4 ഭാഗങ്ങൾ. 1 എക്രോ, 2 കാനിയോനിസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും നിർണായകമായ ഇന്നത്തെ ഗാസയുടെ എല്ലാ ഭാഗങ്ങളും. ഇതാണ് ഏറ്റവും നിർണായകമായ സംഭവം. അന്ന് UN പറഞ്ഞൊരു കാര്യമുണ്ട്, 6,780 പലസ്തീൻ നിങ്ങൾക്കൊരു രാഷ്ട്രമായി തരാം. അന്ന് അവർ പറഞ്ഞു വേണ്ട. അങ്ങനെയാ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരണമാകുന്നത്. 1 ഇസ്രയേൽ, 2 ജെറുസലേം. 1948 മെയ് 14 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏറ്റവും നിർണായകമായി ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമല്ല, ടെല്ലവീവ്. 673 കിലോമീറ്റർ അന്ന് കൊടുത്തത് അറബ് ലീഗിനും അതിനോടൊപ്പം ഈജിപ്തും യോർദാനും. UN നേരിട്ടായിരുന്നു. 1967 അറബ് ഇസ്രയേൽ വാർ നടക്കുമ്പോൾ ഒന്നാമത്തെ സംഭവം 6 രാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 19 വയസ്സുള്ള തിരുവല്ല കോളേജിൽ പോകുന്ന ഒരു പയ്യൻ്റെ പ്രായമുള്ള ഇസ്രയേൽ എന്താ ജെറുസലേം കൈക്കലാക്കി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ പരിഭ്രമ പാത്രം. വരാൻ പോകുന്ന അന്തിമ യുദ്ധം അമേരിക്കക്കാർക്കും എല്ലാവർക്കും കേൾക്കാം. 70 ആയപ്പോൾ യഹൂദന്മാർ ധനവാന്മാരായി. 70 കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഇസ്രയേലിലെ ഏറ്റവും നല്ല ഭരണാധികാരികൾ മുൻപോട്ട് വരാൻ തുടങ്ങി. യഹൂദ് ഓൾമർട്ടും ഏരിയൽ ഷാരോണും. ആ കാലഘട്ടത്തിൽ പലസ്തീനിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, PLO, യാസർ അരാഫത്തിൻ്റെ കീഴിൽ ഇന്ദിരാഗാന്ധിയുമായി നല്ല കൈ കൊടുത്തത്. കഴിഞ്ഞ ദിവസം മനോരമ വായിച്ചവർ മോഡി സാർ കാണുവാൻ വേണ്ടി വയനാടിൻ്റെ NP പ്രിയങ്ക ഗാന്ധി ഒരു ബാഗുമായിട്ട് പോകുന്ന കണ്ട് പലസ്തീൻ. അവർക്കെന്ന് സപ്പോർട്ട്. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 1975 കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡ് ഇതെവിടുന്ന് വന്നു? അതിൻ്റെ തലയാ ഇറാൻ. പണ്ട് ഇറാനിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഹമാൻ. അതിൽ നിന്ന് വന്ന 3 ഗ്രൂപ്പുകളാണ്. ഡിവൈഡഡ് ബൈ H, സബ്സിക്വന്റ്. നമ്പർ 1 ഹമാസ് H, നമ്പർ 2 ലെബനോണിലെ ഹിസ്ബുള്ള H, 3 യമനിലെ ഹൂത്തി വിമതർ. ഇസ്രയേലിൻ്റെ ഭരണം മുൻപോട്ട് പോയി. 1983 ആയപ്പോൾ ആദ്യമായി പലസ്തീനകത്ത് ഹമാസിൻ്റെ കൊടി ഉയർന്നു. ഇസ്രയേൽ മിണ്ടിയിൽ. 90 കഴിഞ്ഞപ്പോൾ ഹമാസ് ഭരണത്തിലേക്ക് പിടിച്ചെടുക്കുവാൻ തുടങ്ങി. 95 കഴിഞ്ഞപ്പോൾ ഹമാസിൻ്റെ കരങ്ങളിലേക്ക് ഗാസയുടെ ഭരണമെത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന ഇസ്രയേൽ ഗാസ സംഘടന ഇതെവിടത്തേക്ക് പോകും? ഫാസ്റ്റ് ഇസ്രയേൽ, ദെൻ പ്രസന്റ് ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യാം, ദെൻ ഫ്യൂച്ചർ ഇസ്രയേൽ കഴിയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. അങ്ങനെയെങ്കിൽ 48 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യം. 2025 ആകുമ്പോൾ അവൻ ഏകദേശം 75-76 വയസ്സെത്തിക്കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ് ഒക്ടോബർ 7 അറ്റാക്ക് ഓൺ ഇസ്രായേൽ, ഹമാസ്. തുറക്കാം ബൈബിളിലേക്ക്. ആമോസിൻ്റെ പ്രവചനം 2:5. പ്രൊഫസി ഓഫ് ആമോസ് ചാപ്റ്റർ 2 വേഴ്സ് 5 വായിച്ച് സഹായിക്കാം മോളെ. ഒക്ടോബർ 7 വായിക്കാം. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇതാ ഒക്ടോബർ 7. എല്ലാവരും കേൾക്കണം. ഇസ്രയേലിന്റെ ബോർഡർ ഉണ്ട്. 5 ഭാഗങ്ങളാണ് ഇസ്രയേലിന്റെ ബോർഡർ. അഷ്കലോൻ, അഷ്തോദ്, കിര്യാത് ഗട്ട്, ലൂദ്, ബേർശബ. അതിനോട് ചേർന്ന് ഈ കോട്ടയം തിരുവല്ലയുടെ ബോർഡർ ചങ്ങനാശ്ശേരി വരുന്ന പോലെ അപ്പുറത്തൊരു ബോർഡർ ഉണ്ട്, എക്രോൻ. അത് കഴിഞ്ഞ് കാന്യൂനിസ്, അത് കഴിഞ്ഞ് സഹർ. ഇതൊക്കെയാണ് ഗാസയുടെ പരിപാടി. ഈ ബോർഡറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 400 പട്ടാളക്കാർ കാത്തു നിൽക്കുന്ന ഒരു പകല എല്ലാ ടൈമും. അവർക്ക് പേടിയ ഗാസയിൽ നിന്ന് ആക്രമണമുണ്ട്. അന്ന് യഹൂദൻ്റെ ഒരു പെരുന്നാളുണ്ട്, അത് സൂക്കോത്ത് പെരുന്നാൾ, സിംചത്തോറ. അതിൻ്റെ പ്രത്യേകത, നമ്മുടെ ക്രിസ്മസിന് പട്ടാളക്കാർ ലീവ് എടുക്കുന്ന പോലെ ലീവ് എടുത്തു പോയി. 40 പേർ മാത്രം ഉണ്ടായിരുന്നു. അന്ന് പ്രഭാതത്തിൽ ഇന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേലിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഫൈറ്റ്, ആയിരക്കണക്കിന് റോക്കറ്റുകളും ആയിരക്കണക്കിന് ലോഞ്ചറുകളും ഏകദേശം 1500 പേരെ പച്ചയ്ക്ക് തീർത്ത് കളഞ്ഞു. ഇതാ വരാൻ പോകുന്ന അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ. അപ്പോൾ ഗാസ ഇസ്രയേൽ സംഘടന ബൈബിളിലുണ്ടോ? എല്ലാവരും തുറക്കാം. ആമോസിൻ്റെ പ്രവചനം 1:6-7. വചനം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഇത് വായിക്കുന്നത്. ആമോസ് 1:6-7 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചോട്ടെ. വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസ്സയുടെ 3-4 അതിക്രമ നിമിത്തം. ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ. 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ
ദൈവത്തിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുന്നു. അതാ ഈ ബന്ദികളെ ഇപ്പൊ കിടക്കുന്നത്, അതിലേക്ക് വരാം. ഇനി അവിടെ കുഞ്ഞു വാക്യം മാറ്റൽ വളരെ ക്ലിയർ. ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്, ബൈബിളും ചരിത്രവും. ഒന്നാമത്തെ ഗാസ ഇസ്രയേൽ സംഘടനം 2003, അതിൽ 450 പേർ മരിച്ചു. 2 ഗാസ ഇസ്രയേൽ 2007 1100 പേർ. 3 ഗാസ ഇസ്രയേൽ 2013 1450. കോവിഡ് കാലം ഗാസ ഇസ്രയേൽ സംഘടനം, ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് മരിച്ചു. 4ാമത്തെ സംഘടനം. ഇത് വരുന്നത് 5ാമത്തെ സംഘടനമാണ്. അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങുന്നു. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ, വായിക്കാം അടുത്ത വാക്ക്. ഞാൻ ശിക്ഷ മടക്കി കളകിയില്ല. അതുകൊണ്ട് ഒക്ടോബർ 7 മുതൽ ഈ ആക്രമണം ഇവിടെ നടക്കുന്നത്. ഇത് ഹമാസ് മാത്രമല്ല, ഇതിനകത്ത് 7 പേരുണ്ട്. 1 ഇറാനുണ്ട്, ഇപ്പോൾ പറയുന്നു ഖത്തറിൻ്റെ സൈഡുമുണ്ടെന്ന്. ഇറാൻ കൂടുണ്ട്, സിറിയ ഉണ്ട്, ലബനോനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തുർക്കിയുടെ കരമുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ IS-ൻ്റെ കരം വരുണ്ട്. അതുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയ പെങ്കൊച്ചുങ്ങളുടെ തലയറത്ത് പ്രഭാതത്തിൽ മാറ്റിയത്. അന്ന് മിസ്റ്റർ ഇവൻ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, വി ആർ അറ്റ് വാർ, ഞങ്ങൾ യുദ്ധത്തിലേക്ക്. എത്ര ക്ലിയർ. അടുത്ത വാക്ക് വായിച്ചാട്ടെ, ബദ്ധന്മാര് വായിച്ചാട്ടെ. ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും. ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും. ഇന്ന് രാത്രി കരിസ്മ ഇവിടെ നടക്കുമ്പോൾ അനേകം ബന്ദികൾ ഗാസയുടെ ബന്ദികളായി, ഇസ്രയേൽ പൗരന്മാർ അതിനകത്ത്. ഇത് ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്കും. അതാ നിങ്ങൾ കണ്ടത് ഏഷ്യാനെറ്റ്, ഗാസ തീഗോളം, മലയാള മനോരമ തീഗോളം. ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈൽ വാർത്തകൾ മുഴുവൻ കണ്ടു. സകല പട്ടണങ്ങളിലും തീഗോളമായി കത്തുന്നു. ഇതാ മക്കളെ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ, ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ നൈർമല്യത. ഇന്നേക്ക് 2700 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് സ്വർഗം പറഞ്ഞു, ഗാസ തീഗോളം. ഇന്ന് രാത്രി പറയണം, ഒരിക്കൽ കൂടി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തേ. വചനം മനസ്സിലാകുന്നവർക്കായി ഇതാ നിങ്ങളുടെ മനോരമ മുഴുവൻ ഗാസ തീഗോളം. ഓൾമോസ്റ്റ് ഫൈറ്റേഴ്സ് സ്ട്രൈക്ക് അറ്റ് ഗാസ. അടുത്ത വാക്കൂടെ കുഞ്ഞു വായിച്ചാട്ടെ. അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു. അൽ ജസീറ ടെലിവിഷൻ, ആശുപത്രി, ബങ്കറുകൾ മുഴുവൻ തകർത്തു. ഗാസ പുനരധിവാസമാണ് 20 വർഷം. അടുത്ത വാക്ക് അടുത്ത വായിച്ചാട്ടെ. അത് അതിന്റെ അരമനകൾ അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അടുത്തത്, ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ച് കളയും. ഒക്ടോബർ 7 ഇസ്രയേലിന്റെ പട്ടാളക്കാരെ മുഴുവൻ തകർത്ത് കളഞ്ഞു. 40 പേരെ പച്ചയ്ക്ക് കൊന്നു. ഇസ്രയേലിന്റെ ബോർഡറിൽ നിന്ന് സകല മനുഷ്യരെ കഴുത്ത് വരെ അറുത്തു. നിശാ പാർട്ടിക്കിടെ രാവിലെ തുള്ളിയ പെങ്കൊച്ചുങ്ങൾ വണ്ടിക്കകത്ത് കെട്ടിക്കൊണ്ടുപോയി. ഹമാസ് മാത്രമല്ല, നായാട്ടു വീരന്മാർ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനത്തിന്റെ തുടർച്ചയായി അവരെ കഴുത്തറുത്തു. അതാ ഗാസ ഇസ്രയേൽ. ഇതെവിടേക്ക് പോകും? പിന്നിൽ ലബനോൻ. 2ാമത്തെ സംഭവം, ലബനോനെ ആക്രമിക്കൂ. വായിക്കാം സെക്കരിയ പ്രവചനം 11:1-2 വാക്യങ്ങൾ ബൈബിൾ കൂടെ വെച്ചിരിക്കണം. സെക്കരിയ പ്രവചനം 11:1-2 വാക്യങ്ങൾ. ലബനോനെ വായിച്ചാട്ട് മോളെ. ലബനോനെ നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ലബനോൻ കണ്ടില്ലേ? മുഴുവൻ കത്തുന്നത് കണ്ടില്ലേ? ദേവദാരു. ലബനോനിലെ നല്ല ഒരു മരമാ ദേവദാരു. പണ്ടേതോ സിനിമാക്കാരൻ പാടിയായിരുന്നു, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. തിരുവല്ലായിലല്ല ദേവദാരു, ലബനോനിലാ ദേവദാരു. സ്വോത്രം. നല്ല സുന്ദരമായ മരങ്ങളാ ലബനോൻ. അതിനെയെല്ലാം കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ പരിപാടിയാ ട്രംപും. ആര്? ഇന്ന് നിങ്ങളുടെ കരിസ്മ ഇവിടെ നടക്കുമ്പോൾ രാത്രി വീട്ടിൽ ചെല്ലണം, നാളെ പത്രം നോക്കണം. ആദ്യമായി ഇന്ന് 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം വൈറ്റ് ഹൗസിലെത്തുന്ന ആദ്യത്തെ ലോക ഭരണാധികാരിയ ബെഞ്ചമിൻ നെതന്യാഹു. അജണ്ട ഗ്രേറ്റർ ഇസ്രായേൽ. അബ്രഹാം കുറ്റിയടിച്ച സ്ഥലം മൊത്തവും പിടിക്കണമെന്ന് ട്രംപ്. ഇതൊരു അന്തിമ യുദ്ധത്തിലേക്കാ. ദാണ്ടേ ലബനോനിലെ ദേവദാരുക്കൾ കത്തിപ്പോകും. അടുത്ത വാക്ക്, നിന്റെ അരമനകൾ വായിച്ചിട്ട് മോളെ. ദേവദാരു വീണു, മഹത്തുക്കൾ നശിച്ചു. അതാ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ നേതാവിനെ ബങ്കറിനകത്ത് വെച്ച് തകർത്ത് കളഞ്ഞു. നിന്റെ മഹത്തുക്കളെല്ലാം നശിച്ചു. അടുത്ത വാക്ക്, സരളവൃക്ഷമേ ഓളിയിടുക. അതുകൊണ്ട് ലബനോനിൽ കുഞ്ഞുങ്ങളെല്ലാം പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് കരയുക. 60 ഫൈറ്റർ വിമാനങ്ങൾ ആകാശത്തിൽ നിന്ന് ലഗിലേക്ക് ഇമ്മീഡിയറ്റ് ഡിപ്പാർച്ചർ, ഇവാക്വേഷൻ ചെയ്തോളാം, സ്ഥലം വിട്ടോളാം. അതുകൊണ്ട് ലബനോൻ കരയുന്ന കാഴ്ച. അടുത്ത വാക്ക് വായിച്ചോട്ടെ. ദുർഗമവനം വീണിരിക്കുക. അയ്യോ, ലബനോനിലെ ദുർഗവനം വീണുപോയി. അതിൻ്റെ ഇടയ്ക്ക് 100 വില്ലേജ് ആര് പിടിച്ചു? ഇസ്രായേൽ പിടിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാം കുറ്റിയടിച്ചത്. അവിടെ ചെന്നിട്ട് 6 കാലുള്ള പതാക ഉയർത്തി. മലയാളം ഇവിടെ മല്ലപ്പള്ളിയിലുള്ള ഒരു അച്ചായൻ സുൽത്താൻ ബത്തേരി പോയി.
അവിടെ ചെന്ന് 10 ഏക്കറാ ഗവൺമെൻറ് കൊടുത്തത്. വില്ലേജ് ഓഫീസറെയും തഹസീൽദാരെ സ്വാധീനിച്ച് 30 ഏക്കറുടെ കള്ളപ്പട്ടയം ഉണ്ടാക്കി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഈ അടിയുടെ പിറകിൽ ഇസ്രയേലിൻ്റെ പരിപാടി 100 വില്ലേജിനെ ലെബനോനിലെ കൈകളാക്കി. കേട്ടോ, ഇത് വരുന്നതെല്ലാം ട്രംപിൻ്റെ അജണ്ട. ദാറ്റ് അജണ്ട ഇസ് ഗോയിങ് പ്രൊപ്പഗണ്ട ഗ്രേറ്റർ ഇസ്രായേൽ. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ, വായിക്കാം. ബാശാനിലെ കരുവേലങ്ങളെ, ബാശാനിലെ കരുവേലകമേ ഓളിയിടുവിൻ. ലെബനോൻ കരയുന്ന കണ്ടില്ലേ? കുഞ്ഞുങ്ങളെല്ലാം ജീവനും കൊണ്ട് വണ്ടിയുടെ പുറയിൽ ഓടുന്നു. കെട്ടിയും കിടക്കമായിട്ട് സകലരും ഓടുന്ന കാഴ്ച കണ്ടില്ലേ? അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട്, നല്ലൊരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? ഇതാ കിടക്കുന്ന, ഇതാ നിങ്ങളുടെ ടെലിവിഷൻ ചാനലിൽ കണ്ടത്. നമ്പർ 1 ഇസ്രായേൽ ഹമാസ്, നമ്പർ 2 ലെബനോൻ ഹിസ്ബുള്ള, നമ്പർ 3 കടക്കാം സിറിയ. യെശയ്യാ പ്രവചനം 17:1-2 എല്ലാം ബൈബിളിലുണ്ട്. എടുത്താട്ടെ യെശയ്യാ 17:1-2. സിറിയ ഇസ്രായേൽ ആക്രമിക്കും. വായിക്കാം യെശയ്യാ 17:1-2 വായിക്കാം. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. അടുത്തത് ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതെ, ഡമാസ്കസ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതിനെ ആ സിറിയയുടെ എല്ലാം അവൻ കത്തിച്ചു കളഞ്ഞു. വായിച്ചട്ടെ അടുത്ത വാക്ക്. അത് ശൂന്യ കൂമ്പാരമായി തീരും. അത് ശൂന്യ കൂമ്പാരമായി തീരും. അടുത്തത് അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. 4ാമത്തത് യമൻ എന്ന് പറഞ്ഞുതരാം. സൗദിയുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമായ യമൻ. യമന്റെ തലസ്ഥാനമാ സന. സനയുടെ അടുത്ത് കിടക്കുന്ന തുറമുഖത്തിൻ്റെ പേരാ പഴയ നിയമം അരോവർ അൽ ഹുദൈബ. ആ പ്ലാന്റ് മുഴുവൻ ഇസ്രയേൽ കത്തിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒക്ടോബർ 7 ഹമാസ് മാത്രമല്ല, കൂടെ യമനുണ്ട്, കൂടെ സിറിയ ഉണ്ട്, കൂടിയ ലെബനോനുണ്ട്, കൂടെ അഫ്ഗാനുണ്ട്. ഇപ്പം അവർക്ക് സംശയമുണ്ട് പല കാര്യങ്ങൾ. ഖത്തറിൻ്റെ കാര്യം വരെ സംശയത്തിൻ്റെ മുൾമുനയിൽ അവർ നിർത്തിയേക്കുക. അങ്ങനെയെങ്കിൽ ഏറ്റവും നിർണായകമായി ഇന്നത്തെ സിറിയ രാജ്യം കത്തിച്ചാമ്പലായി. അതിനോടനുബന്ധിച്ച് വീണ്ടും ഒരു പണിയും കൂടെ ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു കാര്യം ചെയ്തു. ഇസ്രയേലിൻ്റെ അറ്റാക്കർ എവിടെ ഉണ്ടായി? സിറിയയിൽ ഒരു എയർബേസ് ഉണ്ട്, റഷ്യയുടെ എയർബേസ്, അൽഖമീമി എയർബേസ്. അതിനെ മൊത്തം തകർത്ത് കളഞ്ഞു ഇസ്രായേൽ. അന്ന് തൊട്ട് പുട്ടിന് ഭയങ്കര വിരോധമാണ്. അങ്ങനെയെങ്കിൽ 4ാമത്തെ പ്രവചനം, സിറിയയിലെ രാജാവ് ബഷർ, അദ്ദേഹം സ്ഥലം കാലിയാക്കും. മനസ്സിലാക്കാം, ബൈബിളിനകത്തുണ്ടോ? സിറിയയുടെ രാജാവ് സ്ഥലം വിടും. അന്ത്യകാലം. ആമോസിൻ്റെ പ്രവചനം, കർത്താവിൻ്റെ വരവ്. ആമോസിൻ്റെ പ്രവചനം 1:15. കുഞ്ഞു വായിച്ചാട്ടെ. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം 15. ബൈബിൾ കൂടെ എടുക്കണം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകും. അതാ സിറിയയിലെ ബാഷർ ഇന്ന് പോയി. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജിബിനുണ്ട്, ഷിജിനുണ്ട്, ജോൺസൺ ബ്രദറൊക്കെ പാട്ട് പാടും. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൽ മുഴക്കം കേൾക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് യമനെ അറ്റാക്ക് ചെയ്യോ? ബൈബിളിനകത്തൊരു പ്രത്യേക ഭാഗമുണ്ട്. യമനിനകത്ത് ഇസ്രയേൽ അറ്റാക്ക് നടത്തും. വായിക്കാം. യമനിനകത്ത് അറ്റാക്ക് വരും. 4 രാജ്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇത് ഓൺ ഗോയിങ് പാനിക് സിറ്റുവേഷൻ, ദ അറ്റാക്ക് ഈസ് ഗോയിങ് യമൻ. ആമോസ് 1:12 കുഞ്ഞു വായിച്ചാട്ടെ. വായിക്കാം. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. യഥാ ഞാൻ തേമാനിനകത്തൊരു തീ അയക്കും. തേമാന യമൻ. ഇന്ന് രാത്രി നമ്മളിവിടെ പ്രസംഗം നടക്കുമ്പോൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും സകല സപ്പോർട്ടും കൊണ്ട് യമനിലെ ഹൂത്തി വിധമതർ കപ്പലുകളെ പിടിച്ചടക്കുന്നത് കൊണ്ട് സകലത്തെയും അവർ പിടിച്ചടക്കി കഴിഞ്ഞു. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമ പാത്രം, അത് ഒരു ഭാരമുള്ള കല്ലായി വരും. ഭാരമുള്ള കല്ലിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ 2017 ഒരു സംഭവം നടന്നു. എന്താ 2017? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് വന്നിട്ട് ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? 2017 അമേരിക്കയുടെ പ്രസിഡന്റ് 1-ാമത്തെ കാര്യം ചെയ്തു. ദാ കിടക്കുന്നു ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഇതാ ഭാരമുള്ള കല്ലിലേക്ക്. ഇന്ന് രാത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയ ചെറുപ്പക്കാരൻ്റെ പേരാ ജാറേദ് കുഷർ. അവനാ ഇന്നത്തെ എലോൺ മസ്കിന്റെ വലങ്കൈ യഹൂദൻ. 3-ാമത്തെ സംഭവം ദാണ്ട് ഇസ്രയേൽ ജൂതരാഷ്ട്രം. ഇനി ഒരു UN പോലും അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ജൂതരാഷ്ട്രമായി. 2550 കൊല്ലം മുമ്പ് സെക്കരിയാവ് പറഞ്ഞ പ്രവചനത്തിന്റെ 3 നിവർത്തി. 1, ഇസ്രയേൽ രാഷ്ട്രം തലസ്ഥാനമായി ജെറുസലേമിനെ ട്രംപ് മാറ്റി. 2, 67 6 ദിന യുദ്ധത്തിനകത്ത് അവർ പിടിച്ചെടുത്തു പരിഭ്രമപാത്രം. 2017 അവരൊരു കാര്യം ചെയ്തു. മിസ്റ്റർ ട്രംപ് വന്ന് ജെറുസലേമിനെ ഭാരമുള്ള കല്ലാക്കിയെങ്കിൽ അന്തിമ ദിനത്തിൽ വരാൻ പോന്നു ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനാസ്പദമായി ഇനി ഒരു സംഭവം വരാൻ പോകുന്നത് ഞാൻ പുറകെ പറയാം. ഇന്നത്തെ യുദ്ധം ഇവിടെ അവസാനിക്കുമോ? അതിനാസ്പദമായി ഹിസ്ബുള്ളയുമായിട്ടൊരു വെടിനിർത്തൽ കൊടുത്തു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് താൽക്കാലിക വെടിനിർത്തൽ. ഹമാസുമായിട്ട്
ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ ഒരു വെടിനിർത്തൽ അവർ പ്രഖ്യാപിച്ചു. 2ാം ഘട്ടം വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതിൻ്റെ ഒരു പ്രത്യേകത പറയണം. അപ്പം നിങ്ങൾ വിചാരിക്കും കർത്താവ് ഉടനെ വരുമോ? കർത്താവ് വരുന്നവന് പെന്തിക്കോസ്തുകാരോട് പറയാം 3 കാര്യങ്ങൾ നടക്കണം. നമ്പർ 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ ഈ സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന प्रिय मगन का जीवन वड़केंगे आप लोग जाएगा जिधर नॉर्थ इंडिया में अभी 5,000 गाँव में किसी को पता नहीं परमेश्वर कौन है. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സുവിശേഷം. 2, റോമാലേഖനം 11:25 ബൈബിൾ കോഡ് ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാകും, അതിനോടൊപ്പം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരണം. സ്വോത്രം. 2ാമത്തെ ഭാഗം. അതുകൊണ്ട് നാളെ കരിസ്മയിൽ വന്നല്ലെങ്കിൽ തിരുവല്ല പട്ടണത്തിൽ ആരെങ്കിലും യേശു വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ചാടി എഴുന്നേറ്റ് വസ്തുവും വീടും ഒന്നും കിട്ടരുത്. 3ാമത്തത് ഇന്നത്തെ കരിസ്മ ക്രൂസേഡിൻ്റെ പ്രത്യേകത പത്രോസിലേക്ക് ധന്യൻ ചൊല്ലി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 2 പത്രോസിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി തിരുവല്ലയോട് ചിലർ താമസം വിന വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അല്പം കൂടി താമസിക്കുന്നത് ചിലരും കൂടി തിരുവല്ലയിൽ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. ഇത്രയും കാര്യം നടക്കാതെ ഈ തലമുറയിൽ കർത്താവ് വരത്തില്ല. അതുകൊണ്ട് യുദ്ധം കണ്ടിട്ട് നിങ്ങൾ ഭാരപ്പെടരുത്, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ യുദ്ധത്തിനൊരു വിരാമമായി അതാ മിസ്റ്റർ ട്രംപ് 47ാമത്തെ പ്രസിഡന്റായി. 3 ഭാഗം നിങ്ങളോട്. ആരാ ജെറുസലേം, ആരാ ഇസ്രായേൽ, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മിസ്റ്റർ ട്രംപ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 1ാമത്തെ ഇടവേളയിലേക്ക് ബൈബിളിനകത്തുണ്ടോ? അത് ഇരമ്യ പ്രവചനം 6ാം അധ്യായം 14ാമത്തെ വാക്യം. ഇരമ്യ പ്രവചനം 6ാം അധ്യായം 14ാമത്തെ വാക്യം വായിച്ചട്ടെ. ഇരമ്യ പ്രവചനം 6:14 കുഞ്ഞു വായിച്ചട്ടെ. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നവർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വെടിനിർത്തൽ നടന്നത്. നാളെ രാവിലെ കാണാം. വെസ്റ്റ് ബാങ്കിൽ 20 കെട്ടിടങ്ങളാണ് ഇസ്രയേൽ തകർത്തത്. അതിനിടയ്ക്ക് ഹമാസ് ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്ത ഇസ്രയേലിനെ. എനിക്കറിയാം, ഞാൻ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിരുന്നു ഏറിയൽ ഷാരോൺ. അന്ന് പിന്നെ പലസ്തീൻ്റെ നേതാവുണ്ടായിരുന്നു മഹമ്മൂദ് അബ്ബാസ്. അവർ രണ്ടുപേരും അമേരിക്കയെ വിളിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ് ചായ കുടിക്കുക. അവർ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെ, ഇനി വെടിവെപ്പൊന്നുമില്ലെന്ന്. അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ചായയും കുടിച്ചു. അവർ മടങ്ങി വന്നു. ഞാനും വിചാരിച്ച് അടി തീർന്നെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പലസ്തീൻ്റെ മണ്ടയ്ക്ക് ഇട്ടുകൊടുത്തു. മനസ്സിലാക്കുന്നവർക്കായി കുടിച്ച വെള്ളത്തിനകത്ത് അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. ഈ വെടിനിർത്തലൊക്കെ താൽക്കാലികം. സമാധാനം എന്ന് ലോകം പറയുമ്പോൾ അവർക്ക് സമാധാനമില്ല. വായിച്ചാട്ട് മോളെ. എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഇപ്പൊ സാമ്പിളാ. സ്വോത്രം. ബിലീവേഴ്സ് ഇന്ന് നമ്മുടെ സ്റ്റിച്ച് ഇട്ടോല താൽക്കാലിക വെടിനിർത്തല. മനസ്സിലാക്കുന്നവർക്ക് ഇതൊരു ഫൈനൽ യുദ്ധത്തിലേക്ക് വരും. ഇതെവിടെ വരും? ഈ യുദ്ധം എവിടെയാ തുടങ്ങിയത്? അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയത്. ആരൊക്കെയാ? ഇസഹാക്കും ഇസ്മായിലും. പിന്നെ 2ാമത്തത് ലോക്കൽ അടി എവിടെ തുടങ്ങിയത്? ഒരമ്മയുടെ ഉദരത്തിൽ. ആരാണെന്നറിയാമോ? ഏശാമോ യാക്കോ. ഈ ഫൈനൽ എവിടെ ആയിരുന്നു? ഏലാ താഴ്വരയിൽ. ആ ഏലാ താഴ്വരയിൽ ദാവീദും ഗോലിയാത്ത്. കരിഷ്മയോട് പറയുന്നു ഫൈനൽ വരാൻ പോകുന്നു യഹോശാഫാത്ത് താഴ്വരയിൽ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയോട് ചേർന്നുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഒരു ദിനം വരാറായി. ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. ഇന്ന് രാത്രി അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജാതികളുടെ ഇടയിൽ അരിക്കും. ഒരു മണി പോലും ശേഷിക്കാതെ ഞാൻ അവരെ മടക്കി വരുത്തും. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു ഇസ്രായേൽ. നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേൽ എൻ്റെ ന്യായവിധി വരും. അതുകൊണ്ട് ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്തിമ ദിനത്തിൻ്റെ ചാലെടുത്ത് പോയി. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. നല്ല സ്ഥലം വന്നപ്പോഴിൽ വളരെ സന്തോഷം. ഇതിനകത്ത് എത്ര പേർ പ്രസംഗം കേട്ടു? 1ാമത്തെ ഇടവേള ദാ കിടക്കുന്ന ഇതിലെ കൂടെ ട്രെയിൻ പോകുന്നു. എന്താ ട്രെയിനിൻ്റെ പ്രത്യേകത? അടുത്ത് ചെങ്ങന്നൂരും തിരുവല്ലായും ഉണ്ട്. എത്ര പ്രസംഗം കേട്ടു. ഇവിടുന്ന് 2 കുഞ്ഞുങ്ങൾ പോയി. ഒരുവൻ്റെ പേര് ജോമോ, ഒരുവൻ്റെ പേര് ജോസഫ്. 2 പേർക്ക് തൃശ്ശൂർ പോകണം. തിരുവല്ലായിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് വേണം. ജോമോൻ 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. അവിടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസഫ് ചെന്ന് തൃശ്ശൂരേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനടുത്ത് പറഞ്ഞ് തത്കാലം പൂരിപ്പിച്ച് ഇറങ്ങി ക്ലിയർ. അപ്പം 190 രൂപ. 11 മണിക്ക് ജയന്തി ജനത വരാൻ സാധ്യത. 10:30 2 പേരും ചെന്ന്. ജോമോൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ജോസഫിൻ്റെ തത്കാൽ
റിസർവേഷൻ ചാർട്ട് 4 സീറ്റ് നമ്പർ 22. രണ്ടുപേരും കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ശബ്ദം വന്നു, യാത്രിयों ശ്രദ്ധ ധ്യാൻ के लिए कन्याकुमारी കൊച്ചി कोकर मुंबई तक जाने वाला जयंती जनता 11 बजे तक 1 नंबर प्लाറ്റ്ഫോം में आएगा. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരി കൊച്ചി വഴി മുംബൈ വരെ യാത്ര ചെയ്യുന്ന ജയന്തി ജനത 11 മണിക്ക് കൃത്യം 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. തക്ക സമയത്ത് ട്രെയിൻ വന്നു. ജോമോൻ്റെ 10 ടിക്കറ്റ്, ജോസഫിൻ്റെ തത്കാൽ സീറ്റ് നമ്പർ 422. രണ്ടുപേര് 4 നമ്പർ കമ്പ്യൂട്ടറിൻ്റെ കവാടത്തിനകത്ത് ചെന്നു. കോച്ചിൻ്റെ അവിടെ കറ്റകാലത്തിന് TTR ഉണ്ടായിരുന്നു. സ്വോത്രം. TTR അവിടെ വന്നപ്പോൾ ജോമോൻ 10 പ്ലാറ്റുമായിട്ട് അവിടെ കയറി. ഉടനെ TTR പറഞ്ഞു, ബേട്ട ये ट्रेन का अंदर जाने का टिकट नहीं है, चाय पीने का टिकट ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ജോസഫ് സീറ്റ് നമ്പർ കമ്പാർട്ട്മെൻറ്റ് 422. അവനോട് പറഞ്ഞു, ആ ബന്ദർ ജാവോ സീറ്റ് മേ ബൈഠോ. എത്ര പ്രസംഗം കരിസ്മായിൽ കേട്ടിട്ട് ഇതുവരെയും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ അക്കരെ നാടെത്തത്തില്ല. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് എടുത്തവന് ഈ സംഭവങ്ങൾ പത്രവും മീഡിയയും നിങ്ങളുടെ ബൈബിളും കാണുമ്പോൾ പറയാം, സ്വർഗീയ കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി. ഒരു രാത്രി കൂടി ദൈവത്തിൻ്റെ ദാസൻ ബായോ ബഗനോയ സുണ്ണമന്ത അപ്പന യേശു മശിക് വെർബി ആനാച്ചായി ഇന്ന് രാത്രി സന്ദേശം കേട്ടിട്ട് ഒരിക്കൽ കൂടി മീഡിയ ഓൺലൈൻ ആദ്യമായി കൗണ്ടറിൽ അല്ലെങ്കിൽ ഈ ആലയത്തിനകത്ത് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് വൈകിയവേളയിൽ നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നത് ചങ്കിനകത്ത് കരം വച്ചാൽ യേശുവിനെ സ്വീകരിക്കും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. 4 വാക്യങ്ങൾ. ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം വരും. അതിനു മുമ്പ് നാം ഒരു ഇടവേളയിലേക്ക് വന്നു. നൗ വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോഴത്തെ സമയത്തിൻ്റെ പേരെന്താ? ആരും മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇപ്പോഴത്തെ സമയത്തിൻ്റെ പേരെന്തുവാ? സ്വോത്ര. ശബ്ദം പോയല്ല. ചിക്കൻ കാലിൽ നിന്ന് അച്ചായൻ്റെ ശബ്ദമില്ല, അമ്മമ്മയുടെ ശബ്ദമില്ല. എന്താ സ്വോത്ര? ധൈര്യമായിട്ട് പറ, ഞാൻ ക്യാമറയൊന്നും എടുക്കുന്നില്ല. എന്താ? പെന്തിക്കോസുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല, സന്തോഷമില്ലല്ലോ സ്വോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അരുമയാൻ ഒരു പാടലെ കൊടുക്കത് ഈ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ആരും ഓടിപ്പോകരുത്. 30 മിനിറ്റോടെ പ്രഭാഷണം, അതിനുശേഷം ഒരു പാട്ട് പാടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോഗം സമാപ്തിയിൽ. കുഞ്ഞുങ്ങൾ വന്നാട്ട് ഒരു പാട്ട് പാടിയാട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താട്ട് ഈ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും.
കരങ്ങളെല്ലാം തട്ടി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കരച്ചിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളംകാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ശർവാണം എന്നെ നന്നായി അറിയും, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടുവന്ത്യം വരെ. ഓ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും. സന്തോഷത്തോടെ ചേർന്ന് പാടാമോ? എന്നെ നന്നായി അറിയും, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. സന്തോഷമുള്ളവർ ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിയ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ പട്ടണങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തൻ ബലപ്പെടുത്തട്ടെ. ശെഖരിയ 12:2-3 അന്നാളിൽ ജെറുസലേമിന് ഞാനൊരു പരിഭ്രമപാത്രം, അതൊരു ഭാരമുള്ള കല്ലാകും. സകല ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. പ്രസന്റ് സിറ്റുവേഷനിൽ മിസ്റ്റർ ട്രംപ് 47ാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി. ഇന്ന് രാത്രി നിങ്ങൾ വിടിരിക്കുമ്പോൾ മിസ്റ്റർ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. യിരെമ്യാവ് 6:14
സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ എൻ്റെ ജനത്തിന് താൽക്കാലികമായി ലഘുവായ ചികിത്സ നൽകുന്നു. അടുത്ത 4 വാക്യങ്ങളായി ഏറ്റവും പ്രധാനമാകുന്നത് ഇനിയുള്ള അമേരിക്കയുടെയും ലോകരാജ്യങ്ങളുടെയും കാലം ഇന്നത്തെ ഇസ്രയേൽ നിലവിളിക്കാൻ പോകുന്നു. വായിച്ചു തുടങ്ങുന്നു. കാതലായ ഈ കൺവെൻഷൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധയോടെ. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം തുറക്കണം. ലോകം എവിടത്തേക്ക് സാമ്പത്തിക മാന്ദ്യം. യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഞാൻ നിന്നോട് ഇസ്രായേലിനോട് സംസാരിച്ചു. അടുത്ത വാക്ക് നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കയില്ലെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം ലോകരാജ്യങ്ങൾ പറഞ്ഞു, അന്തോണീസ് ഗുട്ടറാസ് പറഞ്ഞു, ഇന്നത്തെ അമേരിക്ക വരെ വെടിനിർത്തൽ പറഞ്ഞു. അവസാനം ട്രംപ് വടിയെടുത്തപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ 2 ഞായറാഴ്ച മുമ്പ് കരാർ ഒപ്പുവെച്ചത് ഇസ്രായേൽ ഹമാസ്. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ, കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തത. അടുത്തതാ പ്രസംഗത്തിന്റെ ഭാഗം. അടുത്ത വായിച്ചിട്ട് മോള്. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അറിയാമല്ലോ, ഒരു വാക്ക് അവിടെ പെൻഡിങ്ങിലേക്ക് മോൾ ഓടിപ്പോകരുത് എല്ലാവരും. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം നിനക്കുള്ള ശീലം. 1-ാമത്തെ ഇസ്രായേലിന്റെ രാജാവായിരുന്നു കഴുതി അന്വേഷിച്ചു പോയ ശൗൽ. അവൻ ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയി. അവസാനം പാരമ്പര്യത്തിനകത്ത് അവൻ്റെ ഒരു മകനുമുണ്ടായിരുന്നു, യോനാദാൻ. അവർ 2 പേരുടെ ഗിൽബോറ പർവ്വതനിരയിലേക്ക് യുദ്ധത്തിന് പോയി. തൻ്റെ പ്രിയ മകനെ ശത്രുവിൻ്റെ പടയാളികൾ പടപടാ വാരിയിട്ട് തട്ടി അവനെ കൊല്ലുമ്പോൾ ശൗലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ദാവീദിന് നേരെ കുന്ത പറഞ്ഞുകൊണ്ട് കിടന്ന. സ്വോത്രം. ദാവീദ് പല പ്രാവശ്യം പറഞ്ഞു, സ്വോത്രം, സ്വർഗമേ ഞാനൊരു മറുപടി കൊടുക്കാം. സ്വർഗം പറഞ്ഞു വേണ്ട. അഭിഷിക്തന് നേരെ കുന്ത പറഞ്ഞവൻ അവസാനം ഗിൽബോറ പർവ്വതനിരയിൽ പോൽ ഒരു സംഭവം നടന്നു. തൻ്റെ കയ്യിലിരുന്ന കുന്തമെടുത്ത് അവൻ തീർത്ത് കളഞ്ഞു. എൻ്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് പണ്ടേ നിനക്കുള്ള ശീലം. 2, ശൗലിന് ശേഷം ഒരുവൻ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി. കാട്ടിനകത്ത് കരമടിച്ചവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. പിന്നെ അവൻ കരിസ്മേ പ്രാർത്ഥനയ്ക്ക് വരുമോ, പ്രയർ സെൻറ്റർ വരുമോ. ഇപ്പോൾ ദാവീദിൻ്റെ കയ്യിലൊരു 4Gയുടെ മൊബൈൽ ഉണ്ടായിരുന്നു. തിരുവല്ലായി വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നതാ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കിട്ടി, ഊര്യാവിൻ്റെ ഭാര്യ. ആരും അറിയാതെ ആട്ടോയ്ക്കകത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയി. രാവിലെ പടപടാ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന് പിടികിട്ടി കാര്യം റെഡിയല്ല. ഉടനെ ഊര്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ റെസ്റ്റ് ഹൗസിനകത്ത് നീയും ഭാര്യയും കൂടെ സമാധാനത്തിൽ അങ്ങ് കിടന്നുറങ്ങിക്കോളാം. സ്വോത്രം. അപ്പോൾ ഊര്യാവ് പറഞ്ഞവൻ യഹൂദന, എൻ്റെ ജനം പാളയത്തിനകത്ത് ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോൾ ഭാര്യയുമായി സഹിക്കാൻ പറയോ. രാജാവേ പറ്റത്തില്ല. അവനെയും കൈകാര്യം ചെയ്തു. സ്വോത്രം. ഇപ്പം പുള്ളിക്കാരനൊരു സ്വസ്ഥതയില്ല. അങ്ങനെ ഇരുന്നപ്പോഴേ 21 ദിവസം തിരുവല്ലായി ഉപവാസ പ്രാർത്ഥന. ഇതിനകത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. 17, 18 ദിവസങ്ങളിലൊക്കെ പുള്ളി പോയി. 19, 20, 21 അരുമയാൻ ഒരു ഊളിയക്കാരൻ വന്നു. ഞങ്ങളുടെ ഭാഷയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാഥ. നല്ല ഇടിപെട്ട് പ്രസംഗം. 2 രാവും 2 പകലും നല്ല പ്രസംഗം. ഞായറാഴ്ച രാവിലെ കർത്തൃപേശം ഉണ്ടായിരുന്നു. കർത്തൃപേശയ്ക്കകത്ത് ദാവീദ് നല്ല പാട്ടൊക്കെ പാടി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം യോഗം മുടിവാവത് ഊളിയക്കാരനടുത്ത് സഭാപാസ് രാജാറിനെ തന്നെ പിടിക്കാം, ഞാൻ തെങ്കാശി വണ്ടി കയറ്റി വിടാം. ദാവീദ് പറഞ്ഞു, പോക മുടിയാതെ എൻ വീട്ടിക്കുള്ള വരണം. സ്വോത്രം. നല്ല സാപ്പാട് സാപ്പിടണം. ഇനോവയ്ക്കകത്ത് ദാവീദ് എവിടെ കൊണ്ടുപോയി, നാഥാൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി. നാഥാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് മധുരമില്ലാത്ത ചായ തരുന്നത് പോലെ നല്ല ചായ ഒരെണ്ണം കൊടുത്തു. നാഥാൻ അവിടെ ഇരുന്നിട്ട് ദാവീദിനോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് നല്ലൊരു കഥ പറയാനുണ്ട്. ദാവീദിന് ഭയങ്കര ഇഷ്ടം. അരുമയാൻ ഒരു ചിന്ന കഥയെ പേശിയിരിക്കുന്നത്. ഒരു രാജ്യത്തിനകത്ത് നല്ല ഒരു ധനവാൻ, ആടുമാടുകളെല്ലാം നല്ലതുപോലെ. സ്വോത്രം. അതിനകത്ത് ശേഷം ഒരു പാവപ്പെട്ടവൻ വീട്ടിനകത്തൊരു കുഞ്ഞാട്, അതിനകത്ത് പാല് വിറ്റുകൊണ്ട് ജീവിച്ചത്. ധനവാന്റെ വീട്ടിലെ ഒരു വിരുന്നുകാരൻ വന്നു. സ്വന്തം വീട്ടിലെ ആടിനെ പിടിക്കാതെ അല്ലേലുയ ദരിദ്രൻ്റെ വീട്ടിലെ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് മട്ടൻ കറി വെച്ചു. ആടിൻ്റെ കൂടെ കരമടിച്ച് നിന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ആടിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റു. സ്വോത്രം. നാഥാനോട് ചോദിച്ചൊരു കേട്ട്, നാഥാനെ ആ ക്രൂരകൃത്യം ചെയ്തത് ആര്? സ്വോത്രം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരായിരുന്നെ പറഞ്ഞ അച്ചായനിരിക്കും, ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. സ്വോത്രം. നാഥാൻ നെഞ്ചത്ത് നോക്കിയ ഒരു കാര്യം പറയാം, ദാവീദ് ആ ക്രൂരകൃത്യം ചെയ്തവൻ നീയാ. സ്വോത്രം. അന്ന് അവൻ മുട്ടുമടക്കി സ്വർഗത്തോട് നിലവിളിച്ചു. 51-ാം സങ്കീർത്തനം. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ലല്ലോ. എന്താ? എൻ്റെ ലംഘനങ്ങളെ നീ മായ്ക്കണം, നിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് മാറ്റിക്കളയരുത്. മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? സ്വോത്രം. വീടും കാറും കമ്പ്യൂട്ടറും. പ്രവചനം നല്ലതാണ്. പെന്തക്കോസിന്
ഇന്നത്തെ തലമുറയിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാ ഈ കള്ളപ്രവചനം. പച്ചയ്ക്കാൻ പറയും, ഇനി വന്നില്ലേലും ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആധികാരികമായ സന്ദേശങ്ങളാണ് പ്രവചനങ്ങൾ. ഒരു പ്രവചനത്തിന് പോകുന്ന ദൈവദാസൻ 7 ദിവസമെങ്കിലും മുട്ടുമടക്കി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ, അവിടെ കാര്യം നടക്കാൻ. അതുകൊണ്ട് അമ്മാമ്മമാരോട് പ്രത്യേകം പറയാം, അച്ചായന്മാർ കുറേ കുറവാ. സ്വോത്രം. ഏതെങ്കിലും പ്രവാചകൻ സ്വോത്രം കടന്നു വന്ന് എൻ്റെ പൊന്നമ്മാമയെ കഴുത്തുകൊണ്ട് വെക്കരുത്, അരകല്ല് ഞെരിക്കുന്ന പോലെ ഞെരിച്ചു കഴിഞ്ഞാൽ പുഷ്പഗിരിയിലെ ഡൊമിനിക്കിന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. മനസ്സിലാകുന്നവർക്കായി എന്താ പ്രവാചകൻ്റെ പ്രത്യേകത പറയാം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തും. എൻ പ്രയാണം കാലം 4 വിരൽ നീളം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിലും വാർദ്ധക്യത്തിലും മരണം പിടിക്കാം. ഇന്ന് വൈകിയ വേളയിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിച്ച് 3 ഘടകം: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ നിത്യതയിലെത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നാഥാനെ പോലെയുള്ള പ്രവാചകന്മാർ IPCയിലും AGയിലും ചാച്ചക്കോടിലും എഴുന്നേൽക്കട്ടെ. സന്തോഷമില്ല തിരുവല്ലക്കാർക്ക്. സ്വോത്രം. ഞാനിവിടെ വന്നപ്പോഴേ ആരണ്ട് പറഞ്ഞ് കടുപ്പിച്ച് പറയുന്നത്, എന്തിനാ കൂടുതൽ പറയുന്നത്? ഒറ്റ പറച്ചിൽ പോരെ. പ്രവചനം നല്ലതാ. പാപം ചെയ്ത മനുഷ്യനെ മടക്കിക്കൊണ്ടുവന്ന് ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിത്യത അവകാശപ്പെടുത്തുന്ന പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. പച്ചക്കിതാ പ്രവചനം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോടരുളി, നീ എൻ്റെ വാക്ക് കേൾക്കില്ല. ശൗലും ദാവീദുമെല്ലാം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. നിന്നെ മേയ്ക്കുന്നവരെ. ഇതാ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. എല്ലാവരും കേൾക്കണം. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ്, റീത്തയും കത്രീനയും ബിൽമയും ഹാർവി, ഓർമ്മ, ലോറൻസ്, മഹാ, ബുൾബുൾ അല്ല. അതൊക്കെ ഭയങ്കര പ്രസംഗം, സമയമെടുക്കും. കൊടുങ്കാറ്റിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. അതിന് തുടക്കമായി അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് വന്നു. 30% കരം തീരുവ. അത് കഴിഞ്ഞിട്ട് 18,000 ഇന്ത്യക്കാരെ നാട് കടത്താൻ പോന്നു. സന്തോഷമില്ലല്ലോ. 205 പേരുമായിട്ട് പ്ലെയിൻ വന്ന് അമ്മാമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ലോസ് ആഞ്ചലസിൽ നിന്ന് പ്ലെയിൻ വന്ന് 205. പേപ്പറില്ലാത്ത 18,000. ഇനി RC ബുക്ക് ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. മനസ്സിലാക്കുന്നവർക്കായി സകലത്തിന്. ട്രംപ് വന്നപ്പോൾ IPCക്കാരും AGക്കാരും ചർച്ചക്കോടും എല്ലാം പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. ട്രംപ് വന്നു. ട്രംപൊക്കെ നല്ലതിനാ വന്നപ്പോഴേ ജീസസ് സേവിയർ. അത് കഴിഞ്ഞ് ട്രംപ് വന്നത് ഇന്ത്യക്കാർ നന്നാക്കാനല്ല, ഇന്ന് കുഴയുന്ന ഇസ്രയേലിൻ്റെ കരങ്ങളിൽ താങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം മടക്കി കൊണ്ടുവന്നതാ ട്രംപ്. ഇയ്യോബ് അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ തൽക്കാലം നിർത്തും. അതുകൊണ്ട് മോഡി സാർ ഫെബ്രുവരി 13 പോന്നോളൂ. അതിനു മുമ്പ് ബെഞ്ചമിൻ്റെ തന്നെ ചർച്ച തുടങ്ങിയെങ്കിൽ താമസം പിന്നെ അമേരിക്കക്കകത്ത് സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യം. അതിൻ്റെ പ്രത്യേകത, അമേരിക്കയിൽ ഒരു നല്ല ദൈവദാസനുണ്ടായിരുന്നു, ബില്ലി ഗ്രഹാം. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സോദോമിനകത്തും ഗോമറയ്ക്കകത്തും ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങിയെങ്കിൽ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് അവസാനമായി ട്രംപ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇനി യേശു മാത്രം അമേരിക്കയ്ക്ക് രക്ഷ. കരമുയരുന്നില്ലല്ലോ. 50,000 1,00,000 ബൈബിൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സൗജന്യമായിട്ട് ബൈബിൾ കൊടുക്കട്ടെ, അമേരിക്കക്കാർ തിരിച്ചു വരട്ടെ. അതിനാസ്പദമായി ചെറുപ്പക്കാർ ഒരു സംഭവം നടക്കാൻ പോകുന്നു. എണ്ണ വിലയിൽ നിന്ന് അമേരിക്കയുടെ ഡോളർ മാറാൻ പോകുന്നു. എല്ലാവരും കേട്ടോണം. അതിൻ്റെ പേരാ ക്രിപ്റ്റോ കറൻസി. കഴിഞ്ഞ ഈ നിർണായകമായ ഒരു സംഭവം നടന്നു. ഏതാ ഉച്ചകോടി എന്നറിയാമോ? ബ്രിക്സ് ഉച്ചകോടി. 3 പേർ ഒരുമിച്ചു. ആരൊക്കെ ഒരുമിച്ചെന്നറിയാമോ? ഒന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഒന്ന് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എണ്ണവില ഡോളർ എന്ന് മാറ്റി ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ 2000-ന്റെ നോട്ട് നിരോധിച്ചതുപോലെ അമേരിക്കയുടെ ഡോളർ പേപ്പർ കറൻസിയാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്കയിൽ നിന്ന് ചുങ്കം ഏർപ്പെടുത്തി അനവധി പേരെ പുറത്താക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നുപോയി മക്കളെ. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. സ്വോത്രം. ഇതെല്ലാം നിങ്ങളുടെ പത്രവാർത്തയിൽ കാണാൻ പോകുന്ന സ്വോത്രം. സാമ്പത്തികമായി തകരുന്ന അമേരിക്ക സാമ്പത്തികമായി തകർന്നാൽ ഇതാ ഏറ്റവും വലിയൊരു പ്രശ്നമായി വരാൻ പോകുന്നത്. അടുത്ത വാക്ക് കുഞ്ഞ് വായിച്ചോട്ടെ. അടുത്ത വാക്ക്, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. പിടിക്കാം. ആരാ പ്രവാസത്തിലേക്ക്? രാജു പോക്കൽ സാറിനെ തന്നെ പിടിക്കാം. മഞ്ഞാടിയിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ സൗദി അറേബ്യയിലായിരുന്നു. അവന് നല്ല ഐസ്ക്രീം കടയായിരുന്നു. അറബി അവന് സ്പോൺസർഷിപ്പ് കൊടുത്ത 10 മാസം സൗദി, 2 മാസം മഞ്ഞാടി. ഇവിടെ വരുമ്പോൾ പാസ്റ്റർക്കാണ് ബ്രദറെ എന്തുകൊണ്ട് കാര്യങ്ങൾ പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ
അവൻ മഞ്ഞാടിയിൽ വന്നു, ഒരാട്ടോ എടുത്ത്, അതിൻ്റെ പേരാ പ്രവാസി ആട്ടോ. മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് നവജീവോദയത്തിൻ്റെ അടുത്ത് ഒരു പച്ചക്കറി കട തുടങ്ങി, പ്രവാസി പച്ചക്കറി കട. ഇവൻ പോകുന്നില്ല. രാജു സാർ 3 മാസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ബ്രദർ തിരിച്ച് സൗദിക്ക് പോകുന്നില്ലേ? അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ കണ്ടില്ലേ, എൻ്റെ ആട്ടോയുടെ പേര് പ്രവാസി ആട്ടോ, എൻ്റെ പച്ചക്കറി കടയുടെ പ്രവാസി തട്ടുകട. അറബി കടയെടുത്തെന്ന് മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതാ അന്തിമ ദിനം. കണ്ടു, ഇന്ന് UN-നകത്ത് 5 രാഷ്ട്രങ്ങളാണ് വോട്ടവകാശമുള്ളത്. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം, ഇതാ പ്രസംഗം. ആരൊക്കെയാ? 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ. ഇവർ 3 ഇസ്രയേലിൻ്റെ സൈഡാണ്. വേറെ 2 പേരുണ്ട്, റഷ്യ, ചൈന, പലസ്തീൻ്റെ സൈഡ്. അങ്ങനെയെങ്കിൽ മോനെ ഇത് ലൈവ് ക്ലിയർ ആയിട്ട് കൊടുക്കണം. 2016 എല്ലാവരും കാണണം. അമേരിക്കയിൽ ഒരു ഭരണാധികാരി വന്നു, കരിമ്പ് കൃഷി ചെയ്ത അപ്പൻ്റെ മകൻ ബരാക് ഒബാമ. ബരാക് ഒബാമയുടെ നോമിനി ആരായിരുന്നു? ജോ ബൈഡൻ. ജോ ബൈഡന് ശേഷം ബരാക് ഒബാമ അവതരിപ്പിച്ചത് കമലാ ഹാരിസ. എങ്കിലും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് ട്രംപ് ഒരിക്കൽ കൂടി മടങ്ങി വന്നത്. അന്ന് ആരാ ഇറങ്ങിപ്പോയത്? ഇതാണ്ട് ഈ ബരാക് ഒബാമ പറഞ്ഞൊരു കാര്യമുണ്ട്, UN-നകത്ത് എഴുതി വെച്ചിട്ട് പോയി. എന്താ എഴുതി വെച്ച്? ജെറുസലേം അറബികൾക്ക് മറക്കി കൊടുക്കണം. അതാ അന്തിമ യുദ്ധം. ആരാ? മാത്യു ടി തോമസ് അല്ല, തിരുവല്ലക്കാർ. ദാ കിടക്കുന്നു, ദാണ്ട് സുന്ദരമായ സ്വോത്രം ബരാക് ഒബാമ. അദ്ദേഹത്തിൻ്റെ പേപ്പർ അറബ് ലീഗ് മടക്കി കൊണ്ടുവരും. സാമ്പത്തികമായി എന്താ സംഭവിക്കുന്നത്? ഈ UN വീറ്റോയിൽ നിന്ന് അമേരിക്കയോ ഫ്രാൻസോ ബ്രിട്ടനോ പോയാൽ ഇസ്ലാം സമൂഹത്തിന് ഏറ്റവും നിർണായകമായി ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നാൽ ആരുടെ പ്രമേയം കൊണ്ടുവരും? ബരാക് ഒബാമയുടെ പ്രമേയം കൊണ്ടുവരും. മനസ്സിലാകുന്നവർക്ക് ഇനി ആ ജെറുസലേം ഒരു കാലത്തും ഇസ്രയേൽ ജെറുസലേം വിട്ടുകൊടുക്കത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കേട്ടോണം. 15 പ്രത്യേകതയാ ജെറുസലേം. 1 വിശുദ്ധ നാട്, 2 ദാവീദിന്റെ പട്ടണം, 3 5000 വർഷം പഴക്കമുള്ള നഗരം, 4 മക്ക മദീന കഴിഞ്ഞാൽ അലക്സ, 5 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പറയുന്ന പാറ, അത് പാറ ഇസഹാക്കിനെ കടത്തിയ പാറ ഡോം ഓഫ് റോക്ക്, 6 യേശുവിൻ്റെ ക്രൂശീകരണം, 7 അരിമത്യക്കാരന യോസഫിൻ്റെ കല്ലറ, 8 യേശുവിൻ്റെ അമ്മ മറിയുടെ കല്ലറ കിദ്രോൻ തോട് ഇവിടെ, 10 യേശുവിനെ തൈലലേപനം നടത്തിയത് ഇവിടെ. അതിനപ്പുറം 60 പ്രാവശ്യം ലോകത്തിൽ യുദ്ധം, 11 43 പ്രാവശ്യം ജനമോടി, 12 13 23 പ്രാവശ്യം മുറിവേറ്റു. 14-ാമത്തെ കാര്യം, യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരുവനുണ്ട്, തിയോഡർ ഹർസൽ, അവൻ്റെ കല്ലറ ജെറുസലേം. 15 ഇന്നത്തെ കരിസ്മയിലിരിക്കുന്നവർ മനസ്സിലാക്കണം, ശലോമോന്റെ ആലയത്തിൻ്റെ വിലാപമതിലും കിഴക്കേ വാതിലും ഇതേ ജെറുസലേമിൽ. അവൻ്റെ ചങ്ക് പോയാലും അവൻ ഇത് വിട്ടുകൊടുക്കത്തില്ല. അതിനു വേണ്ടിയ അന്തിമ യുദ്ധം ഇന്ന് വൈകിയ വേളയിൽ ഒരിക്കൽ കൂടി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കാര്യങ്ങൾ മാറി മറിയുവാൻ കാലമായി. ലോകരാജ്യങ്ങൾ സാമ്പത്തികങ്ങൾ തകർന്നാൽ ഇസ്രയേലിന് നേരെ അറബ് ലീഗ് വീറ്റോ പവറുമായിട്ട് UN ഇറങ്ങി വരും. യഹൂദന്റെ നിലവിളി വരുന്ന കാലമായി. അതിനു മുമ്പ് തൻ്റെ സഭയെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ലാസ്റ്റ് മോമെന്റുകളായി സംഭവിക്കുന്നത്. അടുത്ത നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോളെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടത നിമിത്തം. ഇന്ന് 99 ലക്ഷം ജനങ്ങളാ 6 ഡിസ്ട്രിക്റ്റ് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുക. ദുഷ്ടതയും നിമിത്തം നീ അമ്പരന്ന്. വായിച്ചാട്ട് മോളെ. ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇന്നത്തെ ഇസ്രയേൽ നിലവിളിക്കാൻ തുടങ്ങും. അമേരിക്ക സപ്പോർട്ട് വരത്തില്ല. ഇന്ത്യയിൽ നിന്നൊരു വിമാനം 6.25 മണിക്കൂറാണ് ടെൽ അവീവ് നോൺ സ്റ്റോപ്പ്. എവിടെ? നെടുമ്പാശ്ശേരി ടു ടെൽ അവർ 645 മിനിറ്റ്, 6 hours 45 മിനിറ്റ്. അമേരിക്കയിൽ നിന്ന് വേണം 8 മണിക്കൂർ എത്താൻ. യവൻ്റെ ചുറ്റും എത്ര രാജ്യങ്ങൾ കിടക്കുക? ഇത്രയും രാജ്യങ്ങൾ കിടക്കുക. 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ടോട്ടൽ 57. ജോർദാന്, സിറിയ, ഈജിപ്റ്റ്, ലിബിയ, ടുണീഷ്യ, അൾജീരിയ എല്ലാം കിടക്കുക. ഇവരെല്ലാം കൂടി ഇസ്രയേലിന് നേരെ വരും. അതിൻ്റെ പ്രത്യേകത നാടൻ മലയാളം. യവൻ്റെ ഫൈറ്ററും വരത്തില്ല, മിഗും വരത്തില്ല, മിറാഷും വരത്തില്ല, അയൺഡോമും വരത്തില്ല. എല്ലാം നിലവിളിക്കുന്നൊരു കാലം. ഈ തലമുറയിൽ കർത്താവ് വരാറായി. വായിക്കുന്നു യെസക്കേൽ പ്രവചനം 38, 15, 16. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. ഇതാ യുദ്ധം ഇസ്രായേൽ. യെസക്കേൽ 38, 15, 16. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. വായിച്ചാട്ട് മോളെ. നീയും നിന്നോടുകൂടെ പല ജാതികളും. നിന്നോടുകൂടെ പല ജാതികൾ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിച്ചാട്ടെ. ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ഓൺ ഗോയിങ് സിറിയ ഗോലാൻ കുന്ന് വഴി ഇറങ്ങുമെന്നായി ഈ ചൈനയുടെ സിൽക്ക് പാത. രാവിലെ വന്നിട്ടില്ലാത്തവർ ഓൺലൈനിൽ ഈ മെസ്സേജ് ഒന്നുകൂടെ കേൾക്കണം. അറിയാം, വടക്കേ അറ്റത്ത് നിന്ന് വരും. ഗോഗേ റഷ്യ. വായിച്ചാട്ട് മോളെ. ദേശത്തെ മറയ്ക്കേണ്ടതിന്
ഉള്ള ഒരു മേഘം പോലെ ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ആ കരം ഉയർത്തിയാട്ട് അന്തിമ ദിനം ഇവരെല്ലാം കൂടെ വരുന്ന എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ. മനസ്സിലാക്കണം, മോൾ ഓടിപ്പോകരുത്. എന്താ മേഘം? കാർമേഘമല്ല, മിന്നലുള്ള മേഘമല്ല. 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് മൂസിയുടെ മകനായ എസക്കേൽ പുരോഹിതനോട് ദൈവം പറഞ്ഞു, എന്താ മേഘം? നാവികസേന, വ്യോമസേന, അവരുടെ വിമാനമാ മേഘം. എയർ ഇന്ത്യ വെള്ള, എമിറേറ്റ്സ് പച്ചയും വെള്ളയും, അത് കഴിഞ്ഞ് വിസ്താര ചന്ദന കളർ, ഇൻഡിഗോ നീല. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? നല്ല കുഞ്ഞുങ്ങൾ, കരിസ്മയിലെ കുഞ്ഞുങ്ങൾ നല്ലോണം പഠിക്കണം. എൻ്റെ ആഗ്രഹം 2 ബിരുദമെങ്കിലും നിങ്ങൾ നേടണം. പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ, സ്വോത്രം. മാവേ കല്ലെറിയാൻ പോണോ, ബിരുദം വേണോ? സന്തോഷമില്ലല്ലോ, സ്വോത്രം. 2 ബിരുദമെങ്കിലും കുഞ്ഞുങ്ങൾ വേണം. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത്. ഇർബിയിലും ഓർബിയിലും. അന്ന് അറ്റ്ലസ് ഒരു സൈക്കിള് കണ്ടുപിടിച്ചില്ല. അത് കഴിഞ്ഞ് ഹെർക്കുലിസ് ഒരു ടയറോ ട്യൂബോ കണ്ടുപിടിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് സ്വർഗം തൻ്റെ ഭക്തന്മാരിൽ കൂടി എഴുതി, ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധവിമാനം യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ട്. എത്ര രാത്രി വേണമെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കേൾക്കാം. അത്ര ഇതായിട്ടിരിക്കും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. ഗോഗേ, റഷ്യയെ അന്തിമകാലത്ത് അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന്. ഇന്നത്തെ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് വരാറായി. അതാ നമ്മുടെ പ്രസംഗം. അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ ഏകദേശം 3000-ഓളം ഫൈറ്ററുകളാ റഷ്യ, 800 യുദ്ധവിമാനങ്ങൾ, പുറകെ ചൈന, പുറകെ കൊറിയ. ഇന്ന് ഇസ്രയേലുമായിട്ട് കരം കൊടുക്കുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം മാറും. അവരെല്ലാം കൂടെ അവനെ വളഞ്ഞിട്ടടിക്കാൻ നോക്കും. യഹൂദന്റെ പാളയത്തിനകത്ത് രക്ഷയില്ല. 2 വാക്യങ്ങൾ പറഞ്ഞ അന്തിമ ദിനങ്ങളിലേക്ക് കടക്കും. വായിക്കാം. സക്കറിയ പ്രവചനം 12, 9, 10 വാക്യങ്ങൾ. അന്ന് ഇസ്രയേലിന്റെ പാളയത്തിനകത്തൊരു നിലവിളി ഉയരാൻ പോകുന്നു. വായിക്കാം. സക്കറിയ പ്രവചനം 12, 9, 10 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന. യുദ്ധം ഇവിടൊന്നുമല്ല. യഹോശാഫാത്ത് താഴ്വര കിടക്കുന്ന യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും. ഇപ്പോഴാ സക്കറിയാവ് നിവർത്തിയായത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ട്രംപ് ഭാരമുള്ള കല്ല്, 4 സകല ജാതികളും വിരോധമായി എഴുന്നേറ്റ് വരും. തുടക്കം ഹമാസ്. വണ്ടി വിട്ടിട്ടേ ഉള്ളു. സ്വോത്രം. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മക്കളെ. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും. ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിക്കാൻ പോവും. അടുത്ത വാക്ക് കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവര് നിലവിളിക്കും. 8-ലും 8-ലും നിലവിളിക്കാൻ പോവും. അടുത്തതാ നമ്മുടെ പ്രസംഗം. വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ള ഉങ്കലേക്ക് നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. അടുത്ത വാക്ക് ഏകജാതനെ കുറിച്ച് പീലാത്തോസിന്റെ അരമന. 2 കൂടുകൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 ബറബാസ്. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ഒരു എബ്രായ. അവൻ യഹൂദന്റെ കണ്ണുനീരിനെ മാനിക്കുമോ? അന്ന് ഒരു സംഭവം നടക്കുന്ന അവസാന ഭാഗം. അവന്റെ കാലുകൾ ഒലിവുമലയിലേക്ക്. ഇന്ന് പകലൊരു വാക്ക് കേൾക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? എല്ലാവരും മനസ്സിലാക്കിയട്ടെ. പഴയ നിയമത്തിന്റെ വിമോചകന മോശ ജനിക്കുന്നതിന് മുമ്പ് ഒരു പദ്ധതി വന്നു. എന്താ? അന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്തെറിഞ്ഞ് കൊല്ലുവാൻ. 3 മാസത്തോളം എന്താ ഈ കുഞ്ഞിനെ അവർ ഒളിച്ചു വളർത്തി. ചില ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മയ്ക്കും പിടികിട്ടി, മിരിയാമിനും പിടികിട്ടി. കൊച്ചു വീട്ടിൽ ആളാ കരഞ്ഞു കഴിഞ്ഞാൽ പറവോന്റെ പട്ടാളക്കാർ പിടിക്കും. മാതാവേ പിതാവേ അവർ ചെയ്തതെന്താ? ഞാങ്ങണ പെട്ടിക്കകത്ത് പശയും കീലും ഉണ്ടാക്കി. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാവോ? നൈൽ നദിക്കകത്ത് കുഞ്ഞിനെ ഒഴുക്കി വിടാൻ പദ്ധതി വെച്ചു. മുലപ്പാലും കുപ്പിപ്പാലും എല്ലാം കൊടുത്തു. കുഞ്ഞിനെ നൈൽ നദിക്കകത്ത് ഒഴുക്കി വിട്ടു. ഒരു പക്ഷേ എവിടെങ്കിലും ചെന്ന് ചേരട്ടെ. നൈൽ നദിക്കകത്ത് പെട്ടകത്തിനകത്ത് മോശ കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ എവിടെ ഇറങ്ങി? പറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി ദൂത് കേട്ടോണ്ടേ നീ ഇതിനകത്ത് ഇറങ്ങാവൂ. വാഗ്ദത്തമുള്ളവൻ ഏത് നൈൽ നദിക്കകത്ത് കരഞ്ഞാലും അവൻ്റെ പെട്ടകത്തെ ചുമക്കുക. അന്തപുരത്തിൽ നിന്ന് രാജകുമാരി അയക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ മാറുന്നില്ല.
40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകളെ, 40 വർഷം പറവോന്റെ കൊട്ടാരത്തിൽ, 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്തി. ഒരു 120 കൊല്ലം കഴിയുമ്പോൾ ചെങ്കടലിനെ വിഭജിക്കുക, അഭിഷേകത്തിന്റെ വാടി ലഭിച്ചവനെ തകർക്കുക ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ആര് കരമുയർത്തി പറയും, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല. ഈ പ്രഭാതത്തെ ഈ രാത്രിയിൽ പറ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, സഹോദരി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, ചെറുപ്പക്കാര എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ നടപ്പറിയുന്ന ദൈവം, അമ്മാമെ കിടപ്പറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്ത്, ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടകവരിച്ചാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ആർക്ക് പ്രത്യാശയുണ്ട്? തിരുവല്ല കൂലങ്ങാട്ട് നിന്റെ കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. കരിസ്മ ക്രൂസൈഡിന്റെ 3ാമത് രാത്രി പറയണം, ഈ യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം 2025 എന്റെ കുടുംബത്തെ കാക്ക്. ആര് ഈ രാത്രി കരമുയർത്ത്? നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീട്. ദിസ് ഈസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. എന്നാൽ നീ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി ആര് കരമുയർത്ത്? നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. സിംഹത്തിന്മേലും ആണലിന്മേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ വേദിച്ച് കളയും. ഇന്ന് രാത്രി അതുകൊണ്ട് വിശ്വാസത്താൽ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ചം. കരമുയർത്തുന്നവർക്ക് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലുണ്ട്. 3ാമത് രാത്രി ശക്തിയോടെ പറ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. പ്രയർ സെന്ററിൽ തന്നെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയും കൊടുക്കുക, ഒരു നന്മയ്ക്കും കുറവാണ് കാത്തു പരിപാലിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഇവിടെ തിരുവല്ലയിൽ അനേക ലാബുണ്ട്. പുഷ്പഗിരിയിൽ കാണാം, ബിലീവേഴ്സിൽ കാണാം, സാഹിബിൻ്റെ ആശുപത്രി കാണാം. അവിടെ എവിടെയെങ്കിലും ഈ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ടോ? പറഞ്ഞു തരാം. അങ്ങനെ ഒരു ലാബുണ്ട്. കാലിൻ്റെ തള്ളവിരൽ ആലുവ യഹോവ സാക്ഷികളുടെ സ്ഫോടനത്തിനകത്ത് തലയിലെ മുടിയ DNA എടുത്ത് എൻ്റെ പരിചയമുള്ള ഡോക്ടർ അങ്ങനെ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്ത്. ഇന്ന് വൈകിയ വേളയിൽ പറയണം, കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മാമ്മ അങ്ങനെ ഒരു ലാബുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. അവിടെ 7 ദിവസവും വർക്കിങ്ങാണ്, 24 മണിക്കൂറുമുണ്ട്, 365 ദിവസമുണ്ട്. ലോക്ക്ഡൗൺ ഇല്ല. അതുകൊണ്ട് പറയും, ബഹുമാന്യനാം ആചാര്യനായി അവൻ വാഴുകയാൽ. ഇന്ന് വൈകിയ വേളയിൽ പറയണം, ആരാ പറവോൻ്റെ പുത്രി കൊട്ടാരത്തിൽ നിന്ന് വന്നു? നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കളെ പമ്പാ നദിയിൽ ഇവിടെ കാണും തിരുവല്ലായി കുളിക്കാൻ വരുമോ? അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ്റെ മക്കൾ വരുമോ? സ്തോത്രം. അത് കഴിഞ്ഞ് മരിച്ചുപോയ മൻമോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി കേട്ട അന്തഃപുരത്തിനകത്ത് നിന്ന് ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കരമുയർത്തുന്നവർക്ക് ബൈബിളിനകത്ത് ആഴമായ വാക്കുകൾ കണ്ട് ഞാൻ കരയുവാനിടയായി. ഒരമ്മ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്ത്. ഇന്ന് രാത്രി വേളയിൽ പറയണം, അവർ ആർക്കും കടക്കാരനല്ല. അങ്ങനെയെങ്കിൽ അന്നൊരു സംഭവം നടക്കും. എന്താ സംഭവം എന്നറിയാം? ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരാൻ പോകുന്നു. ഏറ്റവും നിർണായക സംഭവം 6000 കിലോമീറ്റർ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഭൂകമ്പം ഇവിടെ വരാറായി. അവസാന ഭാഗങ്ങളിലേക്ക് സെക്കരിയ പ്രവചനം 14:4-5 വാക്യങ്ങൾ ക്ലിപ്തമായ സമയത്തിനുള്ളിൽ അവസാനിക്കും. സെക്കരിയ പ്രവചനം 14:4-5 വായിച്ചിട്ട് കുഞ്ഞേ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അടുത്തത് ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അതാ പ്രയർ സെന്ററിൽ കുഞ്ഞുങ്ങൾ പാടും, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരവിനായി. മോള് വാക്ക് മാറ്റരുത്. ഇന്ന് ഇസ്രായേൽ ഒലിവുമലയിൽ ഒരു റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. എല്ലാവരും കേട്ടാട്ട്. 2009 കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. ചിക്കൻ ഗുനിയ, ന്യൂ വേ വേൾഡ് ഓർഡർ, ബീറ്റ് കോയിന്, അത് കഴിഞ്ഞ് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ. 2009 വിശുദ്ധ വെളിപ്പാടിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒരു നിരയാ. തൊടാൻ സമയമില്ല, പെസ്റ്റിലൻസ് എല്ലാം അന്നാ തുടങ്ങിയത്. അതിൻ്റെ പ്രത്യേകത 2009 ലോകത്തിലെ ഏറ്റവും നല്ല 2 ഹോട്ടൽ കമ്പനികൾ എവിടെ ഇരിക്കുന്നവർക്കറിയാം. ഒന്നിൻ്റെ പേരാ ഹിൽട്ടൺ, 2 ഷെറാട്ടൺ. അന്നത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, 100 വർഷം പാട്ടത്തിന് ഒലിവുമലയുടെ അടി ഞങ്ങൾക്ക് തരുന്ന റിസോർട്ട് ഉണ്ടാക്കാൻ. തിരുവല്ലായിൽ മഞ്ഞാടിയിൽ വീട് വെക്കാൻ ആശാരി, JCB, താബൂക്ക്. തിരുവല്ല പട്ടണത്തിനകത്ത്
ഒരു ഹൈ റൈസ് ബിൽഡിംഗ് വെക്കണമെങ്കിൽ പൈലിംഗ് ചെയ്യണം. അവർ പയൽ ചെയ്തപ്പോൾ കണ്ട കാര്യം, ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. പൈസ മേടിച്ച് സ്ഥലം വിടാൻ. ദ സെക്കൻഡ് വൺ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുന്ന കൺസൾട്ടേറ്റ് ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയർ. അവരെ വിളിച്ചു. നമ്മുടെ വായ്ക്കകത്ത് എൻഡോസ്കോപ്പി ഇട്ട് ഉള്ളിൽ സ്കാൻ ചെയ്യുന്നത് പോലെ അവരൊരു ക്യാമറ അടിയിലോട്ട് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അടിഭാഗത്ത് ഭയങ്കര മുരൾച്ച. അവർ ക്യാമറയും വലിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. ഹിൽട്ടനോട് ഷെറാട്ടനോട് പറഞ്ഞ് കൊടുത്ത പൈസ മേടിച്ച് സ്ഥലം വിടാൻ. അവിടെ ക്യാമറ ഇട്ട് നോക്കിയപ്പോൾ മുരൾച്ച. നമ്മളിപ്പോഴും ലോത്തിൻ്റെ ഭാര്യയെ പോലിരിക്കുന്നു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. കാര്യം മനസ്സിലാകുന്നവർക്ക്. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി. അന്നാ നടക്കാൻ പോകുന്നത് 6000 കിലോമീറ്റർ ഭൂകമ്പം. 6000 കിലോമീറ്റർ earthquake coming in the world. That is started moment Iraq. Then the end point is coming Mozambique at South Africa. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം 6000 കിലോമീറ്റർ ഭൂകമ്പം. മോള് വായിച്ച് സഹായിച്ചിട്ട് അടുത്ത വാക്ക്. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി. അതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ വിളിക്കുന്ന പേര് റിഫ്റ്റ് വാലി. ഏറ്റവും വലിയ അതാ സൈമുൾട്ടേനിയസ് വാലി ഫൗണ്ടഡ് ഇൻ ഇസ്രായേൽ. 6000 കിലോമീറ്റർ താഴ്വര. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും ദാ കിടക്കുന്ന അതാ ഇറാഖ്. അടുത്ത പാതി മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി തെങ്ങോട്ടും വാങ്ങിപ്പോയി. ഇതിന്റെ എന്റെ അവിടത്തും വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. എന്നാൽ മലകളുടെ താഴ്വര, മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത്. ആസല മക്കളെ, ബൈബിളും സയൻസും ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ 6000 കിലോമീറ്റർ ഭൂകമ്പം ഉണ്ടാകും. അന്ന് ഇസ്രയേൽ ജനം ഓടിപ്പോകും. ബാക്കി ഞാൻ തൊടുന്നില്ല അവസാന ഭാഗങ്ങളിലേക്ക്. എത്ര ബാക്കി കിടപ്പുണ്ടെന്നറിയോ? എസെക്കിയേൽ 38:19-20. അന്നാളിൽ ഇസ്രയേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പമുണ്ടാകും. സ്വോത്രം. നാഥൻ്റെ കാൽ അവിടെ ചവിട്ടുമ്പോൾ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരാം. 6000 കിലോമീറ്റർ ഭൂകമ്പം. 6 സംഭവങ്ങൾ ഇസ്രയേൽ നടക്കും. ലൂക്കോസ് 21:20-21 വീട്ടിൽ ചെന്ന് വായിക്കണം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്ക് യേശു പറഞ്ഞു. 2 റഷ്യയുടെ നേതൃത്വത്തിൽ അനവധി വിമാനങ്ങൾ. 3 യഹൂദൻ്റെ നിലവിളി ഉയര്. 4-മത്തെ സംഭവം നാഥൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5 ഒലിവുമല 2ആയി പിളരും. 6000 കിലോമീറ്റർ ഉള്ള 6-മത്തെ സംഭവം ഒരു ഭൂകമ്പം. ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്കയുടെ മൊസാംബിക്ക് വരെ നടക്കും. ഈ 6 സംഭവം പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ആ ഭൂകമ്പം ഈ സംഭവം അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം തിരുവല്ലായിൽ മുഴങ്ങ്. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്ക് പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമപാത്രം. അതൊരു ഭാരമുള്ള കല്ല്. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. യഹൂദൻ്റെ നിലവിളി, നാഥൻ്റെ കാൽ ഒലിവുമലയിൽ. 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം അവിടെ നടക്കും. ആ ഭൂകമ്പം അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ചു സ്നാനമേറ്റ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടാറായി. നമ്മുടെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇതാവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചു വരും. അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇനി വരുവാനുള്ളവൻ വരും. കാലമേറയില്ല. ഇന്ന് രാത്രി ഓളെ 2 മിനിറ്റ് കൂടെ പാടുന്ന കുഞ്ഞുങ്ങൾ തയ്യാറെടുത്തോണം. അവസാന ഭാഗത്തിലേക്ക് 2 മിനിറ്റ് കൂടെ. പഴയനിയമം ഒരു പൈതൽ പാപം ചെയ്താൽ കർത്താവിൻ്റെ വരവടെ നിൽക്കട്ടെ. ഈ കഥ നിങ്ങൾ കേൾക്കണം. പഴയനിയമം ഒരു പൈതൽ പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരു പെൺകുട്ടി ന്യായപ്രമാണം മോശയോട് അവൾ പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് അവളെ എന്ത് ചെയ്യണമെന്നറിയാമോ? തീ വെച്ച് കൊല്ലണം. അതിനെ മാറ്റി പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണവുമായി ഉയരത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വന്നു. എന്താ നല്ലൊരു കഥയുണ്ട്. എന്താ പുതിയ നിയമത്തിൽ ഒരു കഥ? ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ നാടൻ പിടിക്കാം, തിരുവല്ല.
നമ്മുടെ മഞ്ഞാടി വള്ളംകുളം പിടിക്കാം സ്വോത്രം. വള്ളംകുളത്ത് തോമാച്ചാനും വത്സമ്മാമയും സ്വോത്രം 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവൻ മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, ഇളയവൻ്റെ പേര് കൊച്ചുമോൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ കൊച്ചുമോനെ ഞങ്ങൾ ഉപദേശിമാരെല്ലാം മുടിയൻ കുടിയൻ എന്നൊക്കെ വിളിച്ചത്. അവൻ മുടിയനുമല്ല കുടിയനുമല്ല, അവൻ്റെ പേര് ധൂർത്തപുത്രൻ എന്നാണ്. അവന് കോട്ടയത്ത് പാമ്പാടി ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ പറഞ്ഞു വള്ളംകുളത്ത് നീ കോട്ടയത്തോട്ട് വരാൻ. അവൻ അപ്പനോട് പറഞ്ഞു സ്വത്തും മുതലും എല്ലാം ഞാൻ എഴുതി തന്നേക്കാൻ. അപ്പം പറഞ്ഞു മോനെ നീ വല്ലാത്ത കെണിയിലാണ് പോകുന്നതെന്ന് സ്വോത്രം. എങ്കിലും കൊച്ചുമോൻ്റെ ആവശ്യപ്രകാരം എല്ലാം എഴുതി മേടിച്ചു. നേരെ അവിടെ ചെന്നു മണർകാടി എന്ന് സെറ്റിലായി. അവിടെ ഒരു ചിട്ടി കമ്പനിയൊക്കെ തുടങ്ങി. അതിനുശേഷം വേറെ അവൻ ഇച്ചിരി കള്ളുകൂടിയും തുടങ്ങി. ഇപ്പം പെന്തിക്കോസുകാരുടെ ബാർ വരായി, സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ, പണ്ട് സിയോനിലേക്ക് പരിപാടിയായിരുന്നു. ഇപ്പം പെന്തിക്കോസുകാരൻ്റെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. ഹൈന്ദവം പോലും പേരെടുത്തില്ല. അവനെ എല്ലാം കർത്താവ് ഒതുക്കുക സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയത്തോളൂ സ്വോത്രം. ഇന്ന് രാത്രി കേട്ടാട്ട് അങ്ങനെ 8 മാസമായി കയ്യിലെ കാശും തീർന്നു, ആരും ഒട്ടും പൈസയും കൊടുക്കാതായി. കോവിഡും വന്നു. അപ്പോൾ ഈ മുടിയൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു മോനെ ഇനി നീ വള്ളംകുളത്ത് ചെന്നാൽ തോമാച്ചാനും വത്സമ്മാമയും കയറ്റത്തില്ല. അപ്പം മണർകാടിനപ്പുറത്ത് പള്ളിക്കത്തോടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്. അവിടെ ഒരു തമിഴ്നാട്ടുകാരൻ വന്നിട്ടുണ്ട്, ഒരു പന്നി ഫാം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു വാലിബനെ വേണം പന്നിയെ നോക്കാനെന്ന്. കൊച്ചുവനും വിചാരിച്ച് പപ്പയുടെ അന്യഭാഷ കേൾക്കുന്നതിലും നല്ലത് പള്ളിക്കത്തോട്ടി പോകുന്നത്. എന്തായാലും ഇവരെല്ലാം കൂടെ ബൈക്ക് കയറ്റി കൊച്ചുവനെ പള്ളിക്കത്തോട്ടി കൊണ്ടുപോയി. സ്വോത്രം. പള്ളിക്കത്തോട്ടി കൊണ്ടുചെന്നപ്പോൾ തമിഴ്നാട്ടുകാരൻ അയ്യായിക്കും ഇഷ്ടപ്പെട്ട് പന്നിക്കും ഇഷ്ടപ്പെട്ട് നാടൻ ഭാഷ. ഇവന് ഇച്ചിരി ബിയറൊക്കെ അടിച്ചുകൊണ്ട് ഇവൻ്റെ ശരീരം ഇച്ചിരി വെളുപ്പായിരുന്നു. പന്നിക്കും ഇഷ്ടപ്പെട്ടു, മോലാളിക്കും ഇഷ്ടപ്പെട്ടു, വാലിബന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യവൻ അവിടെ സുഖമായിട്ട് കടന്നു. ആദ്യമൊക്കെ നല്ല ഭക്ഷണം. 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി യവനെന്ത് ഇവിടുന്ന് പോകത്തില്ല. ഓണർ 4 വരി കട്ടയും കെട്ടി അതിനുശേഷം നല്ല ഗേറ്റ് വിട്ട് 15 ദിവസം കൂടുമ്പോൾ കുട്ടി പെൻസുമായിട്ട് വരും. എല്ലാവരും കേട്ടാട്ട്. അപ്പം ഓണറോട് അവൻ പറയും അയ്യാ പശിക്കരുത്, എനിക്ക് വല്ലതും തരണമെന്ന്. അയ്യാ പറഞ്ഞ് വാള വര പുളിയരി ഓക്കെ കാലിത്തീറ്റ. ഇനി ഞാൻ പ്രെയർ സെൻറ്ററിൽ വന്നില്ലേലും വേണ്ടിയല്ല, അപ്പൻ്റെ വീട് വിട്ടു പോകുന്ന എല്ലാ വാലിബന്മാർ തിന്നാൻ പോകുന്നത് വാളവര് ഓക്കെ കലയ്ക്ക കാലിത്തീറ്റ സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വരണം. ഇവന് ചാടാനും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ TPMകാർ ഒരു അനൗൺസ്മെൻറ്റ്, ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും ഇന്ന നാൾക്കല്ല് അമേരിക്ക യുദ്ധം, ചെങ്ങന്നൂർ പഴവന ഗ്രൗണ്ടിൽ ബൈബിൾ ക്ലാസ്. മനസ്സിലാകുന്നവർക്കായി. അപ്പം കരിസ്മായി കയറിയിട്ടില്ല. അവൻ പുറത്ത് നിന്ന് നോട്ട് എഴുതിയിട്ടുണ്ട്. കുമ്പനാട് ഗുഡ് ന്യൂസിൻ്റെ സ്റ്റാളിൽ നിന്നിട്ടുണ്ട്. അപ്പം അവന് പിടികിട്ടി ലോകം തീരാറായി. സെൻറ്റർ വന്നില്ല, കേന്ദ്രം വന്നില്ല, കുമ്പനാട്ടുകാർ വന്നില്ല, തിരുവല്ലക്കാർ വന്നില്ല. അനൗൺസ്മെൻറ്റ് കേട്ടവൻ്റെ അകത്തൊരു സുബോധം വന്നു. അതിൻ്റെ പേരാ മാനസാന്തരം. അവന് പിടികിട്ടി. കാലം അധികമില്ല, ആരും തലേ കൈവച്ചില്ല. പന്നിയോടൊക്കെ ഇന്ന് ഞങ്ങൾ പ്രദേശ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു. ന്യൂ ജനറേഷൻ ആയാലും പയ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗായ്സ് ഐ ആം ഗോയിങ്. മനസ്സിലാക്കുന്നവർക്കായി ഒറ്റച്ചാട്ട സ്വോത്രം. അവൻ 1-ാം ദിവസം പള്ളിക്കത്തോടി നിന്ന് ഇവിടെ വന്നു, പാമ്പാടി വരെ വന്നു, അവിടെ കടന്നു. 2-ാം ദിവസം കറുകച്ചാലി വന്നു. 3-ാമത്തെ ദിവസം എവിടെ ഒരു പരുവത്തിൽ വെണ്ണിക്കുളത്ത് വന്നു. വെണ്ണിക്കുളത്ത് തമിഴ്നാട്ടുകാർ ചായ ഒഴിക്കുന്നിടത്ത് കടന്നു. 5:30 ആയപ്പോൾ ഒരു കാര്യം കേൾക്കണം. നമ്മുടെ ഇവിടുന്ന് പ്രയർ സെൻ്റർ ഇവിടുന്ന് ഒരു അച്ചായനും അമ്മ റാന്നി പോകാൻ നേരം വണ്ടി അവിടെ ചവിട്ടി നിർത്തി. പ്പോൾ കിടക്കുന്ന വത്സമാമയുടെ അവറാച്ചാൻ്റെ കൊച്ചുമോൻ ചുരുണ്ട്. അവനോട് ചോദിച്ചു മോനെ നിനക്ക് ഈ ഗതി വന്നല്ലോ. അപ്പം പറഞ്ഞ് 2-3 നാൾക്കളായി TS ആപ്പിട്ടിട്ട് തമിഴ് ഭാഷ 2 വടയും സ്വോത്രവും. എന്താ തമിഴ് പറയാൻ കാര്യമെന്നറിയോ? പെന്തിക്കോസുകാരെ കണ്ണടച്ചാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. രാജസാർ ഇവിടെ ഇരിക്കുക. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ഇവർ പാലം വലിക്കും. സന്തോഷമില്ലല്ലോ സ്വോത്രം. ബോസം കുരുവിള സാറിനെ ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്. സ്വോത്രം. കേട്ടാട്ടെ സ്വോത്രം. അങ്ങനെയെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്ന നാൾക്കളിൽ ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികൾ തമിഴ്നാട്ടിൽ. ഇവിടെ പോയാലും അപ്പുറത്തൊരു വള്ളം ഞാൻ പിടിച്ചേക്കോ സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ പിടിച്ചേക്കുന്ന സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്താ അവർ 2 ചായയും പരിപ്പോട്ടയൊക്കെ മേടിച്ചു കൊടുത്തു. രാവിലെ 5:30 മണിക്ക് അവൻ നടന്നു വള്ളംകുളത്തേക്ക്. 6:30 ആയപ്പോൾ നമ്മുടെ വീട്ടുപാതയ്ക്ക് എത്താറായി. ഇപ്പോൾ 2 ക്യാമറയാണല്ലോ. ക്യാമറയിൽ കൂടെ വത്സമാമ രാവിലെ പൗർവിഷനി പ്രഭാതാരാധന കണ്ടുകൊണ്ടിരുന്നപ്പോഴുണ്ട് ക്യാമറ റിവേഴ്സ് അടിക്കുന്നു. ഞങ്ങളുടെ മുടിയൻ കൊച്ചുമൊന്താ പെരിയ നടന്നു വരുന്നു. സ്വോത്രം. അമ്മാമ്മ സിറ്റൗട്ടി മരണ വാർത്ത വായിച്ച അവറാച്ചാനോട് എന്ന് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ നമ്മുടെ കുടിയന്താ മുടിയൻ മടങ്ങി വരുന്നു. ഇന്നത്തെ വള്ളംകുളത്തെ അവറാച്ചാനും വത്സമാമ എന്നേ ഉടനെ പറയും. വത്സമാമ ഉടനെ പറയും അച്ഛാ വണ്ടി എടു, വാഗണർ എടു, കോട്ടയത്ത് ലൂലു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് സ്ഥലം വിടാമെന്ന്. സ്വോത്രം. അങ്ങനെ പറയുന്നത്.
എന്നാൽ ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. സുബോധം വന്ന് മടങ്ങി വരുന്നവനെ കണ്ട് വാതിൽ പൂട്ടുന്നതല്ല, അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരപ്പനെ ഇന്ന് പകൽ ഇന്ന് രാത്രി തിരുവല്ല പ്രയർ സെന്ററിൽ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. മനസ്സിലാകുന്നവർക്കായി ഇതാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി വാതിലുകൾ തുറന്നു. മടങ്ങി വാ. ഇന്ന് രാത്രി മകൻ മടങ്ങി വന്നിട്ട് അപ്പനോടൊരു കാര്യം പറഞ്ഞു. ഇതാ മാനസാന്തരം, റിപ്പൻറ്റൻസ്. അപ്പാ, നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനല്ല. സ്വോത്രം. അവൻ പറഞ്ഞ് കരഞ്ഞോണ്ട്, അമ്മാമ്മ ഇത് കേൾക്കണം, ആ ഒട്ടുപാലിടുന്ന പെരെ ഞാൻ കടന്നോളാം, കഞ്ഞി തന്നാൽ മതി. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ കരയുക. നാടൻ ഭാഷയിൽ നിനക്ക് ഇടാൻ ഭാഷയുടെ ഒരു ചെരുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്, തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ സുവിശേഷ പ്രസംഗം. വന്നവൻ്റെ നിറം നോക്കിയില്ല, അവൻ്റെ മണം നോക്കിയില്ല, അവൻ്റെ ഗുണം നോക്കിയില്ല, അവൻ്റെ കളർ നോക്കിയില്ല. അമ്മാമ്മ അച്ചായ കേൾക്കണം, എത്ര 8 മാസം പന്നിയുടെ കൂട്ടത്തിൽ കിടന്നതാ. അവൻ്റെ ഉടുപ്പിനകത്ത് പന്നിയുടെ മൂത്രത്തിൻ്റെ ഗന്ധം, അവൻ്റെ ഉടുപ്പിനകത്ത് ചാണകത്തിൻ്റെ മണം. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, കളർ നോക്കാതെ മടങ്ങി വരുന്നവന് മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി തിരുവല്ല കരിസ്മ ക്രൂസൈഡിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ नासरेना यीशु क्रिस्तु। आज रात को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर भी बैठेगा, पगाड़ नहीं जाने का, खर्चा नहीं करने का है। आज रात को अपना दिल में खातिर के इसी तरह बोलना चाहिए, मेरा परमेश्वर उनका बेटा यीशु मसीह को इधर धरती में भेज दिया अपना पाप का परिहार के लिए। 2000 साल का पहले उन्होंने कालवरी का पगाड़ का अंदर मृत्यु हो गया, एक फगज वाला आया, मेरा यीशु का पेट का अंदर मार दिया, उधर से 5 लीटर खून निकल दिया, उनका खून से मेरे को सफाई करो। किसी भाई बगैर आज रात को हाथ उठाएगा, आपका नाम जीव का किताब में डालेगा, जो जीव का किताब में नाम डालने को फिर भी पकड़ने के लिए मेरा यीशु फिर भी आएगा। കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വിളിച്ചു പറ, ക്രൂശിന്റെ വചനം നാശിച്ചു പോകുന്നവർക്ക് ബോധത്ത് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് ദൈവശക്തിയാകുന്നു. സഹോദര സഹോദരി, അടുത്ത ദിവസങ്ങളിൽ ഇവിടെ യോഗമുണ്ട്. നിറം നോക്കാതെ, മണം നോക്കാതെ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ ചേർക്കുന്നവനായ എൻ്റെ കർത്താവ്. 1-2 മിനിറ്റ് കൂടെ. രാവിലെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞു, ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു കുഞ്ഞുങ്ങളോട് പാടി അവസാനിക്കാൻ. നിങ്ങളുടെ സമയം പോയെന്നറിയാം. നാളെ രാത്രി എനിക്ക് കട്ടപ്പന IPC സെൻറ്ററിൽ പ്രസംഗിക്കണം. വയ്യ മക്കളെ, എങ്കിലും ചങ്ക് കയറി പ്രസംഗിക്കും ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. സ്വോത്രം. 1000 വേണ്ട സാക്ഷ്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ കേരളത്തിലെ 800 പഞ്ചായത്ത്, 55 മുനിസിപ്പാലിറ്റി കഴിഞ്ഞു. എത്ര സാക്ഷ്യം എൻ്റെ ബുക്കിലുണ്ട്. കരഞ്ഞാൽ ഇന്ന് രാത്രി 10 മണി വരെ നിങ്ങൾ ഹൃദയഭേദമായ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രി കേൾക്കണം, എല്ലാവരും കേൾക്കണം. എന്താ സാൽവേഷൻ ആർമി? ഒരു വാക്കുകൂടെ പറഞ്ഞാൽ നിർത്താം. സാൽവേഷൻ ആർമിയുടെ നേതാവായിരുന്നു ആരാണെന്നറിയാമോ? ഡോക്ടർ വില്യം ബൂത്ത്. അവർക്ക് എങ്ങനെയാണ് ഈ സ്റ്റാർ കിട്ടിയത്? അദ്ദേഹം ലണ്ടനിലെ സ്കൂൾ ഓഫ് പോലീസിൻ്റെ ചീഫായിരുന്നു, അവിടുന്ന് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സാൽവേഷൻ ആർമി. അവരുടെ കൺവെൻഷനാണ് ലണ്ടനിലെ ഏറ്റവും വലിയ കൺവെൻഷൻ. പ്രിയപ്പെട്ട ദൈവമക്കൾ, 4 ദിവസം അവിടുത്തെ കൺവെൻഷൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 2 കിലോമീറ്റർ മൈക്ക് കെട്ടും. എല്ലാവരും ശ്രദ്ധയോടെ. അതിൻ്റെ പ്രത്യേകത, ഏറ്റവും 18 വയസ്സുള്ളൊരു പയ്യനുണ്ട്. ഈ മൈക്ക് കേട്ടു, അവന് ഭയങ്കര സന്തോഷം. അവൻ സാൽവേഷൻ ആർമിയുടെ കോമ്പൗണ്ടിൽ വന്നു. 18ാമത്തെ വയസ്സ്. അവനോട് പറഞ്ഞ് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, ഇത് പട്ടാളക്കാരും പോലീസുകാരും എല്ലാം വരുന്ന നല്ല മെഗാ ചർച്ച. കുഞ്ഞു പോയി. 19ാമത്തെ വർഷം അവൻ വീണ്ടും വന്നു. ഷൂപ്പറയ്ക്കകത്ത് ഒരപ്പൻ്റെ മകനായിരിക്കുന്ന സാമുവൽ ബർഗ്. അവൻ വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, കഴിഞ്ഞ വർഷവും പറഞ്ഞു, ദിസ് ഈസ് ദ സൈമൾട്ടേനിയസ് ചർച്ച്, മോസ്റ്റ് സിവിലിയൻസ് ആൻഡ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ് ഗ്യാതറിംഗ് സ്കാംബ്ലി. അവരൊക്കെ ചർച്ച ചെയ്തു, നിനക്കത്ത് കയറാൻ പറ്റത്തില്ല. 20ാമത്തെ വയസ്സിൽ അവൻ വന്നു. പകലാ വന്ന്. അവൻ പറഞ്ഞു, എനിക്ക് കൺവെൻഷനല്ല, പ്രസിഡൻറ്റിനെ ഒന്ന് കാണും. അപ്പോൾ അവർ പറഞ്ഞു, നീ പ്രസിഡൻറ്റിനെ കാണാൻ കയറിക്കോ, വെറുതെ ഇരിക്കുക. പ്രസിഡൻറ്റിൻ്റെ അടുത്ത് അവർ ചെന്നു. റൂമിൽ സാമുവൽ ബർഗ് എന്ന് പറയുന്ന ചെരുപ്പൂത്തിയുടെ മകൻ നിൽക്കുന്നത് വില്യം ബൂത്തിൻ്റെ മുൻപിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നിന്നെ ഇതിനകത്ത് കയറ്റത്തില്ല. പിന്നെ നിൻ്റെ ആഗ്രഹമില്ല, എല്ലാവരും വരുന്ന വഴിക്ക് ഷൂ വെക്കുന്ന ഒരു പുറയുണ്ട്, ഷൂ റാക്ക്, അവിടെ നീ തുടയ്ക്കണം. ബാക്കി അവർ കാർപ്പറ്റിലാണ് നടന്നു വരുന്നത്, അവിടെ ഇരുന്ന് നിനക്ക് കരമടിക്കാം. അവൻ പറഞ്ഞു, വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ വല്ല ആൾക്കാരും വന്നേ പാസ്റ്റർ തലയ്ക്ക് കല്ലു എറിഞ്ഞിട്ട് പോയേനെ. സ്വോത്ര. അങ്ങനെയുള്ളവനല്ലായിരുന്നു സാമുവൽ ബർഗ്. പൊന്നുപോലെ
14 വർഷം, അമ്മാമ്മ 34 വയസ്സായി. അവൻ ആ ഷൂപ്പറയ്ക്കകത്ത് കിടക്കുക, കഞ്ഞി കിട്ടും തന്നെ കരമടിക്കും. 34-ാമത്തെ വയസ്സിൽ ഏവരും കൺവെൻഷൻ കേൾക്കണം. ലണ്ടനിലെ കൺവെൻഷനാണ്. 4 ദിവസം സാൽവേഷൻ ആർമി, വ്യാഴം വെള്ളി LMSൻ്റെ മിഷണറിമാർ, ശനി ഞായറും ഒരു അമേരിക്കൻ മിഷണറി, 2 ദിവസത്തെ യോഗം. ആയിരങ്ങൾ വരുന്നു. ശനിയാഴ്ച പകൽ വില്യം ബൂത്ത് ഓഫീസിലിരിക്കുമ്പോൾ ലാൻഡ് ലൈനിൽ ഒരു ഫോൺ, അമേരിക്കക്കാരൻ മിഷണറി വരത്തില്ല. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? വില്യം ബൂത്ത് കരയാൻ തുടങ്ങി. അവൻ നേരെ ഓടി പ്രാർത്ഥനാ മുറിയിൽ പായിട്ടു, നിലവിളിച്ചു, കർത്താവേ ഇന്ന് വൈകിട്ട് ആരെ പ്രസംഗിപ്പിക്കണം? സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 14 വർഷമായി നിന്റെ ഷൂ പരക്കകത്ത് ഒരുവൻ ഷൂ തുടച്ച് കിടപ്പുണ്ട്. ഇന്ന് പകൽ അവനെ സ്റ്റേജിനകത്ത് കയറ്റണം. സ്വത്രം. അവൻ ഓടി എവിടെ ചെന്ന്, ഷൂ പരയുടെ അവിടെ ചെന്ന് സാമുവൽ ബർഗിനോട് ചോദിച്ചു, മോനെ ഇന്ന് വൈകിട്ട് നീ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അവൻ ബൈബിൾ എടുത്ത് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. ഇന്ന് രാത്രി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. കാത്തിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറെങ്കിൽ ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ഉയർത്തുക. ഈ രാത്രി വിശ്വാസത്തോടെ ഈ ആലയം വിട്ടു പോകാവ്. കരയാൻ തയ്യാറുണ്ടോ? ദൈവം പ്രവർത്തിക്കാൻ തയ്യാറ്. മുട്ടുമടക്കാൻ തയ്യാറുണ്ടോ? ആയിരങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്താൻ തയ്യാറ്. ഇന്ന് രാത്രി കണ്ണുനീരോടെ ഉപവസിക്കാൻ തയ്യാറുണ്ടോ? പട്ടണങ്ങളെ പിടിച്ചടക്കാനുള്ള ദൈവ കൃപ, ഓ ജീസസ്, നിന്റെ മേൽ പകരുന്ന രാത്രിയാണ്. അന്ന് രാത്രി അവൻ പ്രസംഗിച്ചു. എല്ലാവരും കേൾക്കണം. 1000-ൽ പരം പേർ കരമുയർത്തി രക്ഷിതാവിനെ സ്വീകരിച്ചു. 4-ാം ദിവസം കടശി രാത്രിയ വില്യം ബൂത്ത് ഇവൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ലണ്ടനിൽ ഒരു ഉണർവ. ആ സമയത്ത് ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പട്ടണത്തോട് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഹൂ ഈസ് ലീഡ് ബൈ സാൽവേഷൻ ആർമി ടുമാറോ? ദാറ്റ് മാൻ ഈസ് സാമുവൽ ബർഗ്. ലാസ്റ്റ് 14 years ഹി ഈസ് വർക്കിംഗ് അവർ ഷൂ റാക്ക്. 14 വർഷം ഷൂ തുടച്ചവൻ നാളെ മുതൽ നമ്മുടെ സഭയെ നയിക്കും. ഇന്ന് രാത്രി കരിസ്മയുടെ 3-ാമത്തെ രാത്രി, ദർശനമുള്ളവൻ പൊട്ടക്കിണറ്റിൽ കടന്നാൽ, ദർശനമുള്ളവൻ അടിമച്ചന്തയിൽ കടന്നാൽ, ദർശനമുള്ളവൻ പോത്തിഫേറിന്റെ ഭവനത്തിൽ അപമാനിതനായാൽ, കാരാഗ്രഹത്തിൽ നീ കടന്നാൽ, നിന്റെ പിൻപിൽ സ്വർഗത്തിലെ ദൈവം ഒരു ചെയർ ഒരുക്കുമെങ്കിൽ വചനം ഏറ്റെടുത്തുകൊണ്ട് പറയണം, ആ ദൈവം ആദ്യം വരെ എന്നെ വഴി നടത്തും. പാറയുടെ പിളർപ്പിൽ കടുത്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അവസാനം ലേവ്യരുടെ യാഗപ്രകാരം മുഖത്തെ തേജസ്സുള്ള പ്രാവിന് പുരോഹിതൻ മാർപ്പതക്കത്തിലെ കത്തി കൊണ്ടിറക്കും. അമ്മാമേ, ആ കത്തി അറക്കുമ്പോൾ തന്നെ ആ പ്രാവിൻ്റെ തല ഞെക്കി പിടിക്കും. 2 കാര്യം അവിടെ നടക്കും. ഒന്ന്, മറ്റൊരു പ്രാവിൻ്റെ ഉടലിലോട്ട് അത് മാറുക. മറ്റേത് പ്രാവിൻ്റെ മുഖത്ത് രക്തം തെറിക്കും. ചില നിമിഷങ്ങൾ ലേവ്യരുടെ യാഗമാണ്. പുരോഹിതൻ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയാമോ? യാഗപീഠത്തിനകത്ത് തളി ആചരിക്കും. തൻ്റെ യാഗത്തിൽ പ്രസാദം സ്വർഗത്തിന് തോന്നിയെന്ന് അവൻ വിചാരിച്ചുകൊണ്ട് യാഗപീഠം കഴുകി താമ്രത്തൊട്ടിയിലെ വെള്ളം തളിച്ച് കത്തി പുറകോട്ടിടാൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ചയുണ്ട്. പല്ലിയുടെ വാല് പിടയ്ക്കുന്നത് പോലെ ഒരു ഉടൽ പിടയ്ക്കുന്നു. രക്തം തലയിലും മുഖത്തും ചിതറിയ പ്രാവ് അവിടെ വെറുതെ ഇരിക്കുന്നു. ഉൾപ്പൂവിള്ളി അവൻ്റെ അകത്താരോ പറയുന്നു, ഇനി ഈ പ്രാവിനെ കൊണ്ട് കാര്യമില്ലല്ലോ, കെട്ടറത്തേക്കാം. അവിടെ ഒരു സംഭവം നടക്കും. കെട്ടറക്കുമ്പോൾ തല പോയ പ്രാവിൻ്റെ ശരീരം വിറങ്ങലിച്ചു മാറുമ്പോൾ രക്തം ചിന്തിയ പ്രാവ് സ്ഥലം കാലിയാക്ക്. പാറയുടെ പിളർപ്പിലും കണുന്തൂക്കിലും ഇന്ന് രാത്രി തിരുവല്ലായിലും വള്ളംകുളത്തും കർത്താവിന് വേണ്ടി ഇറങ്ങി അമ്മച്ചി അപ്പച്ച ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ മുഖം കാണുന്നവനാ സ്വർഗത്തിലെ ദൈവ. പാറയുടെ പിളർപ്പില് കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കാന്തൻ വരാറായി. അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കരിസ്മ, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ്റെ ആലയത്തിന് നടുത്തൂണായി മാറ്റാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. ഗുരു,
അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവൻ ലോകത്തിൻ്റെ അവസാനത്തിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഒന്നാം ലോകമഹായുദ്ധം. രാവിലെ ഞാൻ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻസ്. മൂന്നാം ലോകമഹായുദ്ധം വരാൻ പോകുന്നു. 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടി. ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറും. ട്രംപ്, മോഡി ഇവരെല്ലാം ഒരുമിക്കുന്നു. എലോൺ മസ്ക് മൈക്രോചിപ്പുമായി. അതിൻ്റെ കാൽ കരടിക്കാൽ. ഇന്നത്തെ ഇറ. അതിൻ്റെ വായ് സിംഹമുഖം. അതിൻ്റെ പുള്ളിപ്പുലി. അതിന് മഹാസർപ്പം. വലിയ ശക്തിയും അധികാരവും. ന്യൂ വേൾഡ് ഓർഡർ. മൈക്രോചിപ്പും യഹൂദൻ്റെ ആള്. അത് ഉയരുന്നതിന് മുമ്പ് നമ്മുടെ വലത് കരം ഒരിക്കൽ കൂടി ഉയർത്താം. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കരമുയർത്തിയാട്ട്. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ എല്ലാവരും എഴുന്നേറ്റാട്ട്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. എല്ലാവരും ആരാധിച്ചാട്ട്. ഇന്ന് രാത്രി നമ്മുടെ കാന്തൻ വരാറായി. അടുത്ത ദിവസങ്ങൾ ദൈവസഭയിൽ വലിയ പ്രത്യാശ. 1000 തിരുവല്ലായി കർത്താവിനെ ഉയർത്തുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമാകട്ടെ. ഈ ചാനക ബൗദ്ധ മനാഥന ബന്ധൽ കവന എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആയിട്ട് എല്ലാ കരങ്ങൾ പഠിച്ച്